Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rintu Sebastian. Welcome to the Hindu Editorial Analysis of 21st Jan 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ആൻഡ് അവിടെ വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് രണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം സെഷൻ ചെയ്യുന്ന ഇത്രയാണ്. നമ്മൾ ആദ്യമേ തന്നെ ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകുന്നു, എന്നിട്ട് സിനോണിംസ് ആൻറ്റോണിംസ് റിലേറ്റഡ് വേർഡ്സ്, അതിനുശേഷം ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദർ ആർ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഉണ്ടായിരുന്നു അത് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. അപ്പോൾ നമ്മുടെ സെഷൻ അങ്ങനെ പോകും. ഈ സെഷൻ നമ്മൾ എല്ലാം മൺഡേ ടു ഫ്രൈഡേയ്സ് 9 AM to 10 AM ആണ് സെഷൻ. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ബാങ്കിങ്ങിന് വേണ്ടി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, അത് SSC എക്സാം ആയിക്കോട്ടെ, ബാങ്കിങ്, ESIC, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്, UPSC എക്സാംസ്, ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാനായിട്ട്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ എബിലിറ്റി കൂട്ടാനായിട്ട്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് കൂട്ടാനായിട്ട്, നിങ്ങളുടെ സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാനായിട്ടും, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് എൻട്രി ചെയ്തെടുക്കാം, വൊക്കാബ് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണിത്. സോ വെൽക്കം ടു അവർ സെഷൻ. അപ്പം ഗുഡ് മോർണിംഗ് എവറി വൺ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ കോഴ്സുകൾക്ക്, നമ്മളുടെ ടെസ്റ്റ് സീരീസിന്, ഇ ബുക്സിന്, അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും വളരെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് Ada 24/7. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ada247.com എന്ന വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ Ada 24/7 എന്ന നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 17% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പുതിയ ബാച്ച് വരുന്നുണ്ട്, സെലക്ഷൻ ബാച്ച് 31-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി സ്റ്റഡി പ്ലാനൊക്കെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കി ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുക, 31-ാം തീയതി ആരംഭിക്കുന്ന ബാച്ച് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. ലൈവ് ക്ലാസ്സുകളാണ്, റെക്കോർഡ് ക്ലാസ്സിലും ലൈവ് ക്ലാസ്സിന് ശേഷം അവൈലബിൾ ആണ്. 2 മണി മുതൽ 3:30 വരെ ഒരു സെഷൻ, 6 മുതൽ 7:30 വരെ ഒരു സെഷൻ, 8:30 മുതൽ 10 മണി വരെ ഒരു സെഷൻ, അങ്ങനെ 1.5 മണിക്കൂർ അവറാണ്. അപ്പോൾ ഒരു ഏകദേശം 5 മണിക്കൂറോളം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് തുടങ്ങിയത് ജനുവരി 14-ാം തീയതി ആയിരുന്നു. 25-ാം തീയതിയോടെ അവസാനിക്കുകയാണ് നമ്മുടെ ബാച്ച്. അപ്പോൾ 10 ദിവസത്തെ ക്ലാസ്സുകളാണ്, 20 സെഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വിത്ത് അസസ്മെൻറ്റും ഉണ്ട്, വിത്തൗട്ട് അസസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് അസസ്മെൻറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് കോഴ്സുകൾക്ക് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 1700 രൂപയായിരുന്നു, അത് അതിലും കുറച്ചു ഇപ്പോൾ. അപ്പോൾ അതിലും കുറഞ്ഞ ഒരു റേറ്റിൽ നിങ്ങൾക്കിപ്പോൾ ലഭ്യമാകും. കൂടാതെ നമ്മുടെ കോഡ് അടിച്ചു കൊടുത്താൽ 17% ഡിസ്കൗണ്ടിലും കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിക്കുക, Y314 എന്ന കോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമ്മുടെ 10th ലെവലിൻ്റെ പ്രിലിംസിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 10-ാം തീയതി VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LDക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏപ്രിൽ മെയ് മാസം എക്സാം വരുന്ന ഈ കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. അതുകൂടാതെ നമ്മൾ ESIC നിങ്ങൾക്ക് അറിയാമല്ലേ, ഇൻഷുറൻസിൻ്റെ നമ്മുടെ ഒരു SICയുടെ സ്റ്റെനോയുടെ MTSൻ്റെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മളിത് ആരംഭിക്കാൻ പോവാണ്. ഇന്ന് അത് സ്റ്റോറിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്കത് എടുക്കാം. നമ്മൾ ഫെബ്രുവരി 1st വീക്ക് മുതൽ ഫെബ്രുവരി 1st തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്, പ്ലാനിങ് കുറേ നാളെ തുടങ്ങിയിട്ടല്ലേ, മതി, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആക്ഷൻ. കഴിഞ്ഞു നമ്മുടെ പ്ലാനിങ് ഒക്കെ മതി, ഇനി നമുക്ക് ആക്ഷനിലോട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിതൗട്ട് ആക്ഷൻ നത്തിങ് ഹാപ്പൻസ്. ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്, പ്ലാനിങ് നിർത്തുക. നമ്മൾ പ്ലാൻ ചെയ്ത് കുറേ നാളായി, പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവില്ല. സോ മേക്ക് ഷുവർ യു ആക്ട്. ഇനി പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങാം, അറ്റംപ്റ്റ് ചെയ്യുക, എഫേർട്ട് ഇടുക, അല്ലാതെ പ്ലാനിങ് മാത്രം വെച്ചുകൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എനഫ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ആർട്ടിക്കിളുള്ള ഒന്ന് യമനിലെ അവസ്ഥ. നമുക്കറിയാം, ഓൾറെഡി എമിറേറ്റ്സിൽ, UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പ്രശ്നങ്ങൾ നടക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. യമനിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, അതിനെപ്പറ്റി ആർട്ടിക്കിളുണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ സെനേരിയോ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സെനേരിയോ എങ്ങനെയാണെന്നുള്ളത് ഒരു ആർട്ടിക്കിളുണ്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. പക്ഷേ അതിന് പകരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, കോവിഡിന് ശേഷം കോമ്പൻസേഷൻ കൊടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു വർഷം മുമ്പ് നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൃത്യമായിട്ട് നമ്മുടെ കോവിഡ് വഴി മരിച്ച, COVID-19 ബാധിച്ച് മരിച്ച ഫാമിലി മെമ്പേഴ്സിൻ്റെ
ഫാമിലിക്ക് അല്ലേ, അവരുടെ ഫാമിലിക്ക്, അവരുടെ റിലേറ്റീവ്സിന്, അവരുടെ ഫാമിലിക്ക് 50,000 റുപ്പീസ് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു റിലേറ്റഡ് ആയ ഒരു ആർട്ടിക്കിളാണ് നോക്കുന്നത്. ദാറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു അസ്. അപ്പം നമുക്കിന്ന് ആ ആർട്ടിക്കിൾ നമുക്ക് വായിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് നോക്കി, ഇന്ന് അധികം ഇഡിയംസ് ഉണ്ട്, കുറച്ചധികം. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഏതൊക്കെയാണ് ഇഡിയംസ് നോക്കാം. അതുപോലെ ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് ഇട്ടേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, കോമ്പൻസേഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേർഡ് തന്നെ ഇറ്റ്സ് എ ഫ്രേസ് ഫ്രം ലാറ്റിൻ ഫ്രേസാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ദാറ്റ് ഈസ് എക്സ് ഗ്രാഷ്യ. നമ്മൾ ഇന്നാൾ പറഞ്ഞു തന്നു എക്സ് ഗ്രാഷ്യ ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ ഫ്രേസാണ്. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അതിൻ്റെ മീനിങ് ഇതാണ്, ആസ് എ ഫേവർ, ആസ് എ കോമ്പൻസേഷൻ, ആസ് എ ഫേവർ. അപ്പോൾ ആരുടെയും ഒരു ഫേവറോടെ ഒരു മനസ്സല്ലേ, ഒരാൾ മനസ്സ് അകമൊഴിഞ്ഞ് സഹായം കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സേ എക്സ് ഗ്രാഷ്യ. ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മളതിന് ഉപയോഗിക്കുക. എക്സ് ഗ്രാഷ്യ പേയ്മെൻറ്റ്, എക്സ് ഗ്രാഷ്യ അമൗണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എക്സ് ഗ്രാഷ്യ എന്ന് പറഞ്ഞാൽ ആസ് എ ഫേവർ എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത് നോക്കിയേ പുള്ളപ്പ്. പുഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. പുള്ളപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുകയാണ്. അൺഎക്സ്പെക്റ്റഡ് സ്റ്റോപ്പ്, എന്താണ് അൺഎക്സ്പെക്റ്റഡ്ലി സ്റ്റോപ്പ് വാട്ട് യു ഡൂയിങ്. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ്ലി. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ്ലി സ്റ്റോപ്പ് വാട്ട് യു ഡൂയിങ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ നിർത്തുകയാണ് എങ്കിൽ പുള്ളപ്പ് ചെയ്തു എന്ന് പറയാം. ഐ പുൾഡ് അപ്പ് ദി ആക്ഷൻ ആൻഡ് കെയിം ഫാസ്റ്റ്. പെട്ടെന്ന് വന്നിട്ട് ഞാൻ എന്ന് പറയില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പെട്ടെന്നൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിർത്തുവാണ്, അതിനെയാണ് പുള്ളപ്പ് ചെയ്യുക എന്ന് പറയാം നിങ്ങൾ. ഓക്കെ, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. സ്റ്റോപ്പ് ചെയ്യുക, ദാറ്റ്സ് വാട്ട് പുള്ളപ്പ് മീൻസ്. ഫ്രേസൽ വേർബാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കിനെ റീച്ച് ഔട്ട്. ഞാൻ രണ്ട് മീനിങ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നുണ്ട് ടു എസ്റ്റാബ്ലിഷ് എ ഫ്രണ്ട്ലി റിലേഷൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ടു എസ്റ്റാബ്ലിഷ് എ ഫ്രണ്ട്ലി റിലേഷൻ എന്നുള്ള അർത്ഥം റീച്ച് ഔട്ടിനുണ്ടെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആയതാണ്. അതല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു റീച്ച് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരോട്ടും എത്തുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് അല്ലേ. യു ആർ ഓഫറിങ് ഹെൽപ്പ് ടു സമ്മൺ. റീച്ച് ഔട്ട് ടു സമ്മൺ മീൻസ് യു ഓഫർ ഹെൽപ്പ് ടു സമ്മൺ ഓർ യു ആസ്ക് ഫോർ ഹെൽപ്പ്, അതും പറയാം. അതിനെ റീച്ച് ഔട്ട് എന്ന് പറയാം അല്ലേ. റീച്ച് ഔട്ടിന് പല തരത്തിലുള്ള വേരിയേഷനും ഉണ്ട്, മീനിങ് അക്കോർഡിംഗ്ലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. ഒരാൾക്ക് നിങ്ങൾ ഹെൽപ്പ് ഓഫർ ചെയ്താലും, സപ്പോർട്ട് ഓഫർ ചെയ്യാതാലും, സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ ഒരാളെ സമീപിച്ചാലും, ഓർ യു ആർ എസ്റ്റാബ്ലിഷിങ് എ ഹാപ്പി ഫ്രണ്ട്ലി അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും റീച്ച് ഔട്ട് കറക്റ്റാണ്. ഈ മൂന്ന് അർത്ഥങ്ങൾ ഇതിന് വേരിയേഷൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാര്യം നമുക്കറിയാം കോവിഡ് കേസുകൾ വീണ്ടും കൂടിക്കൂടി വരുന്നു. ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സർ അല്ലേ, വേഴ്സർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നും പറയുന്ന കാര്യമാണ്. ഐ ഹോപ്പ് ദാറ്റ് യു ആർ സേഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത നോക്കിയേ, റോപ്പ് ഇൻ. കെട്ടിയിടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയില്ലേ, റോപ്പ് ചെയ്യുക, കെട്ടിയാന്ന്. റോപ്പ് എന്ന് പറഞ്ഞാൽ കയറുന്നതാണ് അല്ലേ. ബട്ട് റോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക എന്നല്ല. യു ആർ പെർസ്വേഡിങ് സം വൺ. ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, പുഷ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളൊരാളെ നിർബന്ധിക്കുക എന്നല്ല ഞാൻ പറയാം. പെർസ്വേഡ് ഇൻ എ പോസിറ്റീവ് സെൻസ് ആണ്. ടു ഡു സംതിങ്, യു പെർസ്വേഡിങ് സം വൺ ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരെ നമ്മളൊന്ന് പുഷ് ചെയ്യും, ചെറിയൊരു പുഷ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് റോപ്പിൻ എന്ന് പറഞ്ഞാൽ. റോപ്പിൻ എന്ന് പറഞ്ഞാൽ പെർസ്വേഡ് സംബഡി ടു ഡു സംതിങ്. ഒരാളെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് റോപ്പ് ഇൻ എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുക. അടുത്ത് നോക്കി, റെയിൻ ഇൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് കൺട്രോൾ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് റെയിൻ ഇൻ. റെയിൻ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണിടുക എന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലേ, കടിഞ്ഞാണിടുക, അതാണ് റെയിൻ ഇൻ. റെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യുക അല്ലെ കൺട്രോൾ ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഹോളപ്പ്. ഹോളപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനായി കുഴി കുഴിച്ചിരിക്കുന്നത്? ശരിക്കും നമുക്കറിയാം, നമ്മുടെ എലി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മുയലൊക്കെ കുഴി ഒഴിച്ചിട്ടല്ലേ, ഒരു കുഴിയിലൂടെ അല്ലേ അവർ ഇങ്ങനെ കുഴിക്കും, മണ്ണ് തുറന്ന് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കും, എന്നിട്ട് അവിടെയാണ് ഹൈഡിങ് പ്ലേസ്. അപ്പോൾ ഹോളപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വി ആർ ഹൈഡിങ് ഇൻ എ സേഫ് പ്ലേസ്. ഹൈഡ് ഇൻ എ സേഫ് പ്ലേസിനാണ് ഹോൾ അപ്പ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഹോൾ അപ്പ്, ഹോൾ വെക്കുമ്പോൾ നമ്മുടെ റാബിറ്റിൻ്റെ ബറോ ഒക്കെ ഓർമ്മ വരണം, ആ കുഴി ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ അതാണ് ഹോളപ്പ് എന്നതിൻ്റെ മീനിങ്, ഹൈഡ് ഇൻ എ സേഫ് പ്ലേസ്. ഓക്കെ, ഡയൽ ഡൗൺ. ഡയൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ വൊക്കാബ് ഒന്നും അല്ല കേട്ടോ, ഡയൽ അതൊന്നും അല്ല. അപ്പോൾ ഡയൽ ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഓർ ബിക്കം റെഡ്യൂസ്ഡ്. ഒന്നെങ്കിൽ കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അളവ് കുറയുക. ബിക്കം റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയുക അല്ലേ. രണ്ട് രീതിയിൽ അതിനർത്ഥമുണ്ട്. ഡയൽ ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആവുക, തന്നെ റെഡ്യൂസ് ആവുക, അല്ലെങ്കിൽ കുറയ്ക്കുക, ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ കുറയുക. ദാറ്റ്സ് ഇറ്റ്. രണ്ടും ഉണ്ട് കേട്ടോ. സോ ഡയൽ ഡൗൺ എന്ന് യൂസേജ് ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ.
യാ, ഓക്കെ ആണല്ലോ. അപ്പം നോക്കിക്കേ, എക്സ്ഗ്രാഷ്യ ലാറ്റിൻ ഫ്രേസ് ആണ്. ബാക്കി വേർഡ്സ് ഫ്രേസസ് നോക്കിയേ. പുൾ അപ്പ്, റീച്ച് ഔട്ട്, റോപ്പിൻ, റെയിൻ ഇൻ, ഹോൾ അപ്പ്, ഡയൽ ഡൗൺ. ഇതെല്ലാം ഇന്ന് ഫ്രേസസ് ആണ്. ഇന്ന് ഇഡിയംസ് അല്ല വന്നേക്കുന്നത്, ഇന്നെല്ലാം ഫ്രേസസ് ആണ്. കൂടാതെ ഒരു ലാറ്റിൻ ഫ്രേസ് കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം എല്ലാവരും. ഓക്കെ, ഗുഡ് മോർണിംഗ് സുവർണ, ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് സിനണിംസ് ആൻഡ് ആന്റണിംസ്. നമ്മൾ സിനണിംസ് ആൻഡ് ആന്റണിംസ് മുതലാണ് കേട്ടോ സെന്റൻസ് നോക്കുക. അപ്പോൾ എല്ലാവരോടും വൺസ് അഗൈൻ സിനണിംസ് ആൻഡ് ആന്റണിംസ് മുതലാണ് സെന്റൻസ് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് പോകും. ഇന്നലെ 10:30 വരെ നമ്മുടെ ക്ലാസ് നീണ്ടുപോയിരുന്നു, 10:35 വരെ ക്ലാസ് നീണ്ടുപോയായിരുന്നു. സോ അതുകൊണ്ട് പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. നമുക്ക് പോവാം സിനണിംസ്. അപ്പോൾ ഇന്നത്തെ സിനണിംസ് ഇതല്ല സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ സിനണിം ഇതാണ്, സക്കർ. സക്കർ എന്ന സിനണിമിന്റെ അർത്ഥം ഇതാണ്, ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റൻസ്, എയ്ഡ് എന്നൊക്കെ പറയും. അപ്പോൾ സക്കർ എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വേർഡാണ് കേട്ടോ. നൗണായിട്ടും വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിന് അർത്ഥം ഇതാണ്, എയ്ഡ്, ഹെൽപ്പ്, അസിസ്റ്റൻസ്, സപ്പോർട്ട്, ബാക്കിംഗ് എന്നൊക്കെയാണ്. അപ്പോൾ അത് വേർബായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നൗണായിട്ട്. ഹെൽപ്പ് സം വൺ, എയ്ഡ് സം വൺ, അസിസ്റ്റ് സം വൺ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക്, സപ്പോർട്ട് സം വൺ, ബാക്ക് ചെയ്യുക, ബാക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ഒരാളെ ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. സോ വേർബായിട്ട് ബാക്ക് ചെയ്യാന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചല്ലോ. സോ അസിസ്റ്റ് ചെയ്യുക അല്ലേ, വേർബായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം അസിസ്റ്റ് എന്നുള്ളത് വേർബാണ്, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നൗണാണ് വേർബുമാണ്, എയ്ഡ് എന്ന് പറഞ്ഞാൽ നൗണുമാണ് വേർബുമാണ്, സപ്പോർട്ട് നൗണുമാണ് വേർബുമാണ് അല്ലേ. സോ ബാക്ക് സം വൺ അല്ലേ, അതാണ് സക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് കിൻ, കേട്ടോണ്ടായിരിക്കും, കിൻ ആൻഡ് കിത്ത് അല്ലേ, കിത്തൻ കിൻ, സോറി കിൻ ആൻഡ് കിത്ത് അല്ല, കിത്തൻ കിൻ. കിത്തൻ കിൻ ബ്ലഡും അതും സഹോദരങ്ങൾ അത്ര ഇങ്ങനെ പറയും. ആൻഡ് കിൻ ഫാമിലി എന്ന് പറയും. സോ കിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നൗണാണ്. റിലേറ്റീവ് അല്ലെങ്കിൽ ഫാമിലി, കിൻഡ്രഡ്, റിലേറ്റീവ്സ് ആണ് കേട്ടോ. ക്ലാൻ, ട്രൈബ് എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഓർത്താൽ മതി, കിൻ എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്, അതാണ് ആദ്യത്തെ മീനിങ്. ബാക്കിയെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്നത്, കിൻഡ്രഡ്, ക്ലാൻ, ട്രൈബ് എന്നൊക്കെയുള്ള വാക്കുകൾ, കിൻ ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത വാക്ക് ഇപ്പം നമ്മൾ കണ്ടു, പെർസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ നൗണാണ് പെർസ്വേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെർസ്വേഷൻ സ്പെൽ ചെക്കിന് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പെർസ്വേഷൻ്റെ സ്പെല്ലിംഗ് നോക്കി, PRSUASION ആണ് കേട്ടോ. TION, പെർസ്വേഡിന് T വരുന്നില്ല. അല്ലാതെ പെർസ്വേഷന് PUR അല്ല, PER ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പെർസ്വേഷന് S ആണ്, അത് ശ്രദ്ധിക്കുക. സ്പെൽ ചെക്കിന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കണ്ടൊരു വാക്കാണ് പെർസ്വേഷൻ. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പുഷ് ചെയ്യുക അല്ലേ. കൊയാക്സിങ്, കൊയഷൻ, ഇൻഡ്യൂസ്മെന്റ്, വേറൊരു അർത്ഥമുണ്ട് പെർസ്വേഷന്, ബിലീഫ്, വിശ്വാസം എന്നൊരു അർത്ഥവും കൂടെ പെർസ്വേഷൻ ഉണ്ട് കേട്ടോ. പെർസ്വേഷൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ റിലീജിയസ് ടേംസിലൊക്കെ. പെർസ്വേഷൻ, ഫെയ്ത്ത്, ബിലീഫ് എന്നൊക്കെ ഒരർത്ഥവും കൂടെ ഇതിനുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വരെ ഇന്ന് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പെർസ്വേഷൻ ഇസ് കൊയസിങ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പുഷ്, അതിനെയാണ് ഇൻഡ്യൂസ്മെന്റ്, അതിനെയാണ് പെർസ്വേഷൻ എന്ന് പറയാം. സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, യെസ്. നോക്കുക, അടുത്ത വാക്ക് അസേർട്ടീവ്നെസ്. നിങ്ങൾക്കറിയാം അസേർട്ടീവ്നെസ്, അസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലെയിം ചെയ്യുകയാണ്, നിങ്ങൾ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അസേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം അല്ലേ. പ്രസ്താവന അറിയിക്കണമെങ്കിൽ നിങ്ങളൊന്ന് പ്രസ്താവന മുന്നോട്ട് വെക്കണം. ഇഫ് യു ആർ പുട്ടിംഗ് അപ്പ് സം ഡിക്ലറേഷൻ ഓർ ഇഫ് യു ഡിക്ലെയറിംഗ് സംതിങ്, അത് ധൈര്യത്തോടെ വേണം പറയാൻ. സോ അസേർട്ടീവ്നെസ് മീൻസ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഡിസിസീവ്നെസ് ഓർ ഡിറ്റർമിനേഷൻ. ഡിസിസീവ്നെസ്, കോൺഫിഡൻസ് എന്നൊക്കെയാണ് അസേർട്ടീവ്നെസ്സിൻ്റെ അർത്ഥം. ഓക്കെ, നൗണാണേ, മറന്നുകൊണ്ട. അപ്പോൾ പക്ഷേ നിങ്ങൾ ഓർക്കുക, കോൺഫിഡൻസ് നൗണും കോൺഫിഡൻറ്റ് അഡ്ജക്റ്റീവുമാണ് അല്ലേ, അത് മനസ്സിലുണ്ടായിരിക്കണം. കോൺഫിഡൻസ് നൗണും കോൺഫിഡൻറ്റ് അഡ്ജക്റ്റീവുമാണ്. പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് വീണ്ടും പറയുന്നത്. നൗൺ മാത്രം നൗണല്ല, മീനിങ് മാത്രം അറിഞ്ഞാൽ പോരാ, ഓപ്പോസിറ്റ് മാത്രം അറിഞ്ഞാൽ പോരാ. നിങ്ങൾ എപ്പോഴും അതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നും കൂടെ പഠിച്ചു നോക്കണം. ബിക്കോസ് യു ആർ ഓൾസോ അപ്രോച്ചിങ് ഫോർ അ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അടുത്താണ് ടാഡിനസ്. ടാഡിനസ് എന്ന് പറഞ്ഞാൽ ലേറ്റ്നെസ്, താമസിച്ചു പോയില്ലേ. ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവായി, ബട്ട് അതിന് NESS ഇടുമ്പോൾ അത് നൗണായി. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചാൽ മതി. NESS വന്നാൽ അത് നൗണാണ്, നൗൺ കോംബോ ആണ്. അതാ അസർട്ടീവ്നെസ്സിന് കണ്ടോ, അസർട്ടീവ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവാണ്, അതിൻ്റെ കൂടെ NESS കൊടുക്കുമ്പോൾ അത് നൗണായി. ഓക്കെ, ലേറ്റ്നെസ് അല്ലെങ്കിൽ ഡിലേ, താമസം. വേർബായിട്ടും ഡിലേ ഉപയോഗിക്കൂലേ, പക്ഷെ ഇവിടെ നമുക്ക് ടാഡിനെസ്സിന് എന്ത് പറയണം, ഡിലേ എന്ന നൗണാണ് വേണ്ടത്. ആൻഡ് റിട്ടർഡേഷൻ, ഒരു സ്ലോ ആയിട്ട് പോവുക അല്ലെ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം സ്ലോ ആയിട്ട് നമ്മൾ ഇതാക്കുന്നതിനല്ലേ റിട്ടാർഡേഷൻ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്, റിട്ടാർഡേഷൻ ഓർ അൺപങ്ക്ച്വാലിറ്റി, പങ്ക്ച്വൽ അല്ലാത്ത അവസ്ഥ അല്ലേ, താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, പങ്ക്ച്വൽ അല്ല എങ്കിൽ യു ക്യാൻ സേ യുവർ അബൌട്ട് ടാർഡിനസ്, യുവർ ടാർഡിനസ് ഇസ് എന്താ പറയുക, ഇറ്റ്സ് ടു മച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ്. The nurse succors the patient. Great. Okay.
All right. Yes. The government decided to offer succor to the kins of COVID-19 victims. Yes. Persuasion spelling. Yeah. Every parent succor their kids to fulfill their ambition. Okay. A family will remain calm and cool only if members succor each other. Okay. The timely intervention of the neighbor succored him from drowning. Okay. Every members in a kin must succor each other. Central government provided ex gratia to the kin of those who are died alla, who are dead, who are dead, marichu poyadu, who are dead due to COVID. I succored from Rindu ma'am's classes in order to persuade HCA exam. I succored എന്ന് പറഞ്ഞാൽ I helped ആണോ? I am succored, I got help എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ I was assisted, I am assisted എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ I succored എന്ന് പറഞ്ഞാൽ you helped എന്നാ കേട്ടോ ഗൗരി. I succored എന്ന് പറഞ്ഞാൽ ഗൗരി helped someone എന്നാ. അപ്പോൾ ഹെൽപ്ഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ succored കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വേണ്ടേ, അത് വേണം. അല്ലെങ്കിൽ you got help എന്ന ഉദ്ദേശിക്കുന്നത് I am succored, I was succored എന്നുള്ള യൂസേജ് കൊടുക്കുക, പാസിവൈസേഷൻ കൊണ്ടുവരിക. That's a difference കേട്ടോ. When I joined new office, my manager said to me to succor my team leader. Okay. To help your team leader ആണോ? You help your team leader ആണോ അതോ the manager asked your team leader to help you ആണോ ഉദ്ദേശിച്ചത്? അതല്ലേ കറക്റ്റ് വരിക. ആശ അത് ചെറിയ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. പുതിയതായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ടീം ലീഡറിനോട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മാനേജർ പറഞ്ഞു എന്നായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പം ആശ എടുത്തിരിക്കുന്ന മീക്ക് പകരം അത് നേരെ കൊണ്ടുപോയി ടീം ലീഡർ ആക്കാതെ ടീം ലീഡറിൻ്റെ അടുത്ത് ആശയാക്കുക. ദാറ്റ്സ് ഇറ്റ്. I succored from Rindu ma'am's class in order to persuade its exam. Okay, അത് പറഞ്ഞു അല്ലേ, സോറി. സൗണ്ട് ഇച്ചിരി ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സൗണ്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. മേ ബി കോൾഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ചെറുതായിട്ട് രാവിലെ അതിൻ്റെ ഒരു പ്രശ്നമാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. Assertiveness in yourself is the biggest key to success. Yes, Rindu ma'am provides great succor in English. All right. Okay, shampoo is my kin. Okay, every member is in a kit, succor each other to persuade to achieve goal. All right. Government plans to form teenagers for succor to COVID patients as B-grade warriors. Okay, ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഗവൺമെന്റ് പ്ലാൻസ് ടു ഫോം ടീനേജേഴ്സ് ഫോർ ഹെൽപ്പ് ആണോ, ഫോർ ഹെൽപ്പ് ആണോ ഉദ്ദേശിച്ചത് ഹരി? ഫോർ ഹെൽപ്പ് ടു കോവിഡ് പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ ആസ് എ ഹെൽപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും ഹരി ഉദ്ദേശിച്ചതിൻ്റെ മീനിങ് വരണ്ടേ. ഗവൺമെന്റ് പ്ലാൻസ് ടു ഫോം ടീനേജേഴ്സ് ആസ് എ ഹെൽപ്പ് അസിസ്റ്റൻസ്, ആസ് എൻ അസിസ്റ്റൻസ് അല്ലെ, ആസ് എ സക്കർ ടു ദ കോവിഡ് പേഷ്യൻസ് ആസ്, അങ്ങനെ പറയാം. അത് കറക്റ്റാണ് കേട്ടോ, അതൊന്ന് ക്ലിയർ ആക്കണേ. ദാറ്റ് ഓൾഡ് ലേഡി ക്ലോസ് കിൻ ഓഫ് മൈൻ. ദാറ്റ് ഓൾഡ് ലേഡി ഈസ് എ കിൻ ഓഫ് മൈൻ, അത് മതി. ക്ലോസ് വേണ്ട, റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്ലിയർ ആയി. അല്ലെങ്കിൽ കൊടുത്തോ ദ ഓൾഡ് ലേഡി ഈസ് എ ക്ലോസ് കിൻ ഓഫ് മൈൻ, ഈസ് എ ക്ലോസ് കിൻ ഓഫ് മൈൻ എന്ന് വേണം. Is a close kin of mine. Okay. We have been tolerating his tardiness. It's high time to put an end to it. Okay. All right. You are the only one who succored the decision regarding emergency in the parliament. Great. Succoring the poor ones is a great thing. Okay. He thanked everybody for everybody otta vaakana ട്ടോ ശ്രുതി, for the succor they offered him. Assertiveness is a great key for success. Okay. Brazilian government's tardiness in acting on time towards pandemic resulted in a catastrophe. Okay. I can't do anything since she is kin to me. Okay. Government succored Indians from abroad during COVID pandemic. Okay. Tardiness implementation of schemes by officials imparts less assertiveness in government. Yesterday I went to my kin's marriage. ഞാൻ ഇന്നലെ പറഞ്ഞു അഭിജിത്തെ, മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാമ്പത്യം. യു ഡിഡ്ന്റ് ഗോ ടു ദ ദാമ്പത്യം, യു വെന്റ് ടു ദ വെഡിങ് അല്ലേ. സോ യു ക്യാൻ സേ യെസ്റ്റർഡേ ഐ വെന്റ് ടു മൈ കിൻസ് വെഡിങ്. ഡേ ആണ്, ആ ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വെഡിങ്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കിൻസിന് അപ്പസ്ട്രോഫീസ് കൊടുക്കുക, കിന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി, എൻ്റെ കിന്നിൻ്റെ എൻ്റെ റിലേറ്റീവിൻ്റെ അപ്പസ്ട്രോഫീസ് കൊടുക്കണം കേട്ടോ. ദോ ഹി ഈസ് നോട്ട് റിലേറ്റഡ് ടു മീ ബൈ എനി കൈൻഡ്, സ്റ്റിൽ ഹി റിസംബിൾസ് ലൈക്ക് മൈ കിത്ത് ആൻഡ് കിൻ. ഓക്കെ. His resembled, റിസംബിൾഡിൻ്റെ കൂടെ പിന്നെ ലൈക്ക് കൊടുക്കില്ല. റിസംബിൾഡ് മീൻസ് യു ലുക്ക് ലൈക്ക് എന്നാണ്, പിന്നെ അവിടെ ലൈക്കിൻ്റെ ആവശ്യമില്ല. ആക്കുന്ന ഹി റിസംബിൾഡ് മൈ കിത്ത് ആൻഡ് കിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഈസ് ലൈക്ക് മൈ, ഹി ഈസ് ലൈക്ക് മൈ. റിസംബിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. റിസംബിളൻസ് ഇൻ അപ്പിയറൻസ് ആകാം ഓർ ബിഹേവിയർ ആകാം, അതിനെയാണ് റിസംബിൾ എന്ന് പറയാം.
ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്നാണ്. അല്ലാതെ യു കൺസിഡർ ദ പേഴ്സൺ ആസ് എ കിത്ത് ഓർ കിൻ ആണെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. ഹി ഇസ് ലൈക്ക് എന്ന് വേണം റിസംബിൾഡ് വേണം. ഹി വാസ് ലൈക്ക് അല്ലെങ്കിൽ ഹി ഈസ് ലൈക്ക് എന്ന് തന്നെ കൊടുക്കാട്ടോ ആജ്ഞ. His succor meant a lot to Ram's family. റാമിന്റെ ഫാമിലി കാർത്തിക അപ്പസ്ട്രോഫീസ് കൊടുക്കണേ. My patients give me succor to higher studies. My parents give me succor. Okay, correct. After the death of MLA, party, അതിന്റെ ഒരു കോമ വേണേ. Party persuaded his kin to by-election with an assertiveness to win it. Okay. Raj usually presents a seminar in an assertive manner. Yes. I was succored from my neighbor when I was affected with കൊറോണ അല്ല, വിത്ത് കോവിഡ്. ഞാൻ ഇന്നലെ പറഞ്ഞു കൊറോണ ഇസ് ദ വൈറസ്. ആ ഇൻഫെക്ഷൻ, ആ രോഗാവസ്ഥ കോവിഡ് ആണ്. സോ റിമെമ്പർ, അത് നിങ്ങൾ ഇറ്റ്സ് ഹൈ ടൈം യു ചേഞ്ച് ചെയ്യട്ടോ. സോ സനു മൈ കിൻ succored me from a big problem. Her kin succored to achieve goals. Tardiness is a hurdle in success. Tardiness to wake up early morning, make troubles to manage the time. Okay. The Britishers persuaded the colonies to pay them taxes. Persuasion in yourself is the greatest gift that you can give yourself. Okay. May your persuasion help you. Great. Our strong assertiveness will കഴിഞ്ഞിട്ട് നിഷാന ഞാൻ നിർത്തി നിന്നോട് ഈ പറച്ചില്. ഇനി എനിക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. വില്ലെന്താ സാധനം? ഇറ്റ്സ് എ മോഡൽ. മോഡലിന് ശേഷം എന്താ വരേണ്ടത്? V1 ആണ്. ഇത് ഞാൻ എത്രാം തവണയാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? അപ്പം ഇപ്പം കൊടുത്തേക്കുന്നുണ്ടോ? വില്ല് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തത്? വിൽ ലീഡ്സ് ടു. ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. എസ് എന്നൊരു വാക്കേ ഇട്ടിട്ടുള്ളൂ. ഇഫ് യു യൂസ്, മനസ്സിലായോ? ഇഫ് യു യൂസ് വിൽ ഇതിന് പകരം V2 ഉപയോഗിക്കുകയോ V5 ഉപയോഗിക്കുക. SES ആണല്ലോ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുക. V5 SES ആണ് ഉപയോഗിച്ചാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒറ്റ വാക്കേ മാറുന്നുള്ളായിരിക്കും. പക്ഷേ അവിടെ ഒറ്റ ലെറ്ററേ മാറുന്നു. പക്ഷെ മീനിങ് മൊത്തത്തിൽ മാറി, ഗ്രാമാറ്റിക്കലി തെറ്റായി അവിടെ മാർക്ക് പോയി. തീർന്നില്ലേ പ്രശ്നം? അവിടെ തീർന്നില്ലേ? സോ ഡോണ്ട് യൂസ് ദാറ്റ്. വിൽ ലീഡ്സ് അല്ല, വിൽ ലീഡ് ടു. The assertiveness was get in our life. The assertiveness we get in our life as a result of our kin succor is very valuable. The assertive confidence we get in our life as a result of our kin succor help is very valuable. Okay, great Binsi. Yes. Trikakara municipality launches a campaign for rampant solution for waste management that makes assertiveness to local people who are staying there. Great. He's my kin who succors me every time. That's good. Government provided financial succor to the people who are affected by the recent calamity. Yes. Assertiveness is required when you are in a mission. Okay. Persuasion among colleagues makes an office smoothly working on. Pravina, an office working smoothly. Okay. അങ്ങനെ കൊടുക്കുക. Tardiness is not a good habit for students. Okay. Persuasion helps to overcome most of our problems. Ada is succoring all aspirants to aspire is a verb. Aspirants are uddesha vijite aspirants to achieve their dream. It was her staunch assertiveness that succored him to act accordingly. Agna succorന് SUCCOUR തന്നെ വേണം. OR വരുമ്പോൾ അത് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്. അത് സ്ട്രോങ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കിയേ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി അമേരിക്കൻ ഇതേ വരത്തുള്ളൂ, ഫോണിലും ഇതൊക്കെ വരുള്ളൂ. ബട്ട് റിമെമ്പർ SUCCOUR വേണം. അവിടെ യു എപ്പോഴും മിസ്സിംഗ് ആണ്. നമ്മുടെ ബിഹേവിയറിൽ, നെയ്ബറിൽ, ഇപ്പോൾ സക്കറിൽ എല്ലാത്തിലും ഈ യു മിസ്സിംഗ് ആണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ. ബട്ട് ദാറ്റ്സ് എ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നമുക്ക് വരിക. ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വി ഷുഡ് ടൈഡ് over tardiness and try earn അല്ല, try to earn. രാജേശ്വരി ട്രൈയുടെ കൂടെ ഒന്നെങ്കിൽ try to earn to infinitive ഉപയോഗിക്കാം, അല്ലെങ്കിൽ try എന്ന വേർബിന് ശേഷം gerund ഉപയോഗിക്കാം. Try to earn or try earning success എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. We should tide over tardiness and try to earn success or try earning success. Okay. His kins try to cope with his arrogant behavior. Okay. Rema pointed out a lady and she said that she is a kin of my husband. Okay. ഒരു പ്രശ്നമുണ്ട്. രമ പോയിന്റഡ് ഔട്ട് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പോൾ അത് വരുമ്പോൾ ഷീസ് എ കിൻ വരില്ല, ഷീ വാസ് എ കിൻ എന്ന് കൊടുക്കാം. അപ്പം പറഞ്ഞാണെങ്കിൽ ഷീസ് എന്ന് പറയാം, കുഴപ്പമില്ല, അതിലും പ്രശ്നമില്ല. ബട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോൾ അറിയാലോ, പ്രസന്റിൽ പറഞ്ഞ കാര്യം സിമ്പിൾ പ്രസന്റ് പറഞ്ഞ കാര്യം സിമ്പിൾ പാസ്റ്റോട്ട് മാറും. അതൊന്നും ഓർമ്മയുണ്ടാവണേ. സീന, assertiveness to face troubles in life will succor to gain success in future. Okay. FM presents budget in finance minister in an assertive manner in parliament. Okay. You must have been an assertiveness. You must have been an assertiveness nalla. You must have an assertiveness for cracking exams.
കഴിഞ്ഞ ദിവസം ശരത്തിനോട് ഞാൻ പറഞ്ഞു ഈ മസ്റ്റ് ഹാവ് ബീൻ എന്താ ഉണ്ടായിരിക്കണമായിരുന്നു എന്ന, യു മസ്റ്റ് ഹാവ് ബീൻ ഹാഡ്, നിനക്ക് അങ്ങനെയുള്ളത് വേണമായിരുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. യു മസ്റ്റ് ഹാവ്, നിനക്ക് വേണം അസർട്ടൻനെസ് ഫോർ ക്രാക്കിംഗ് എക്സാംസ്. അടുത്തത്, ദ ബോസ് ഔട്ട്സ്റ്റുഡ് ദി എംപ്ലോയി ബിക്കോസ് ഓഫ് ഹിസ് ടാർഡിനെസ്. ഗ്രേറ്റ്. ന്യൂസിലൻഡ് സെൻഡ് planes to Tango for succoring in accessing the depth of damage due to tsunami caused as a result of volcanic eruption in Pacific, which in turn cut most of the communication modes there. Yeah. Good morning, Gina. His only kin who know me very well. Okay. Having tardiness in salary, my kin seeked succor from me to meet his need. Okay. All right. All right. Okay. Yes. My tardiness has been whipped out by my kin's succor. വീണ്ടും സെക്കൻഡ് സ്പെല്ലിംഗ് വിനീത CCOUR വേണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണ്, തെറ്റി. I scolded him for his tardiness. Okay. Tardiness doesn't gives. ശരണ്യ doesn't. Do ആയിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. Do ആയിക്കോട്ടെ, does ആയിക്കോട്ടെ, did ആയിക്കോട്ടെ, അതായത് ഡു ഫാമിലിയിൽ പെടുന്ന എന്തു ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ഉപയോഗിക്കേണ്ടത് അറിയോ? അതിനുശേഷം വരേണ്ടത് V1 ആയിരിക്കണം. ഡു നോട്ട് യൂസ്. ഡസിന് ശേഷം വീണ്ടും ഗിവ്സ് പറ്റില്ല, ഡിഡിന് ശേഷം വീണ്ടും വെൻഡ് പാടില്ല, അതുപോലെ ഡൂവിന് ശേഷം എന്തായാലും V1 വരണ്ടേ. സോ റിമെമ്പർ, ഡു എന്ന ഓക്സിലറി വേർബ് ഉണ്ട്, മെയിൻ വേർബ് ആയിട്ട് വരുന്ന വേറൊരു വേർബ് ഉണ്ടെങ്കിൽ ആ മെയിൻ വേർബ് എപ്പോഴും V1 ആയിരിക്കണം. നിർബന്ധമുള്ള കേസാണ് അത്, ഒരു മാറ്റവും ഇല്ല, അതൊന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് തന്നെ ഓർത്തുള്ള, ഇവിടെ ഇപ്പോൾ എഴുതിയേക്കുന്നതിൽ ടാർഡിനെസ് ഡസൻ ഗിവ്സ് അല്ല, ഡസൻ ഗിവ് എനി സക്സസ് ഇൻ ലൈഫ്. ടാർഡിനെസ് ഇൻ ഹിസ് ലൈഫ് ഫെയിൽസ് ടു അച്ചീവ് ഹിസ് ഗോൾസ്. ഫെയിൽസ് ടു അച്ചീവ് ഹിസ് ഗോൾസ് അല്ല കേട്ടോ നീതു. ടാർഡിനെസ് ഇൻ ഹിസ് ലൈഫ് ഫെയിൽസ് ഹിം, അവനെ തോൽപ്പിച്ചു, ടു അച്ചീവ് ഹിസ് ഗോൾ. ഓക്കെ. ഓർ ഹി ഫെയിൽ ടു അച്ചീവ് ഹിസ് ഗോൾ ഡ്യൂ ടു ടാർഡിനെസ്, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. ഓൾ റൈറ്റ്. ഓക്കെ. ഓക്കെ. ഓൾ റൈറ്റ് നിഷാൻ, എന്നാൽ കുഴപ്പമില്ല. ടൈപ്പ് ആണെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്. യെസ്. ഹാവിംഗ് persuasion in yourself escalates your assertiveness. Yes. Tardiness is not a good stance when you attend an interview. Okay. Yes. It was not my fault but tardiness that kept me from reaching college on time. Okay. The director resigned from the panel due to persuasion from his colleagues. No assertive motion passed in the parliament. Okay. Though he belongs to my kin, yet he doesn't have the assertiveness to face the problems diligently. Okay. The tardiness in supply of vaccines and other important medical aids is a serious matter of concern, which our nation faces, especially during these pandemic days. Great, Danya. Nalla sentence. Okay. She lost her job because of her tardiness. Kudumbashree always succor the women who are doing small scale businesses. Yeah. Husband in the cousin fact alle, so reported ayalum. ഹസ്ബൻഡിൻ്റെ കസിൻ, ഒരു സെക്കൻഡേ, അത് ഞാനൊന്ന് ശ്രദ്ധിച്ചോട്ടെ, അത് ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ആ സെൻറ്റൻസ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഒന്ന് നോക്കട്ടെ. ഓ, ഷീസ് മൈ കസിൻ, അങ്ങനെയാണോ പറഞ്ഞിരുന്നേ? ഓ സോറി, അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, കാണാൻ പറ്റുന്നില്ല, മെസ്സേജ് അങ്ങ് ആകെപ്പാടായി. ഫാക്റ്റ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഇത് കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ല, ഫാക്റ്റിന് ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ സെൻറ്റൻസ് വെച്ച് പെട്ടെന്ന് വായിച്ചുവിട്ടോണ്ടാണ്, ഒന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു. പിന്നെ ഓക്കെ, പ്രസന്റ് ടെൻസ് മതി ശ്രീലക്ഷ്മി. യെസ്, അത് മതി. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ മദേഴ്സ് കോംപ്രമൈസ് ദർ കരിയർ ടു സക്കർ ദർ കിഡ്സ്. ഓക്കെ, ദ ടാർഡിനെസ് ഓഫ് ലോസ് shows uninterested view against the common man. Okay, kin will be a supporter when in trouble. Okay, all right. The company always shown its assertiveness. Company always shown വരില്ലല്ലോ സജിനി, വരണമെങ്കിൽ കമ്പനി ഓൾവേസ് the company has shown ആയിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കമ്പനി ഓൾവേസ് ഷോസ് കാണിക്കുന്നു, ഷോസ് ഇറ്റ്സ് assertiveness to extend the succor to the employees. കേട്ടോ, ഷോസ് കൊടുക്കുക, പ്രസിഡൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഷോൺ ആണെങ്കിൽ V3 വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർക്കുക അവിടെ എന്ത് വരണം, ഹാവ് വരണ്ടേ, അല്ലെങ്കിൽ പാസിവൈസേഷൻ വരണമായിരുന്നു ബിയുടെ കൂടെ V3 ഫോം വരണമെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ, ഓക്സിലറി വേർബ് ഇല്ല, അതുകൊണ്ടത് ഓക്സിലറി വേർബ് ഇല്ലാത്തതുകൊണ്ട് അത് മെയിൻ വേർബ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഷോസ് വരണം. ശ്രദ്ധിക്കണേ സജിനി. The assertiveness she showed to achieve her goals against all odds and persuasion from family to withdraw from it is amazing. Okay, ദോയും യെറ്റും ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാവുന്നു. ഓഫ് കോഴ്സ് ഒരു കോറിലേറ്റീവ് ആണ് കേട്ടോ ശരത്തെ, അത് ദോയും
ഒന്നെങ്കിൽ ഇതോടെ കൂടെ കോമ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യെറ്റ് ഉപയോഗിക്കാം. ഉപയോഗിക്കുകയാണെങ്കിൽ യെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഇറ്റ്സ് എ കോറിലേറ്റീവ്. ഇത് രണ്ടും ഒരുമിച്ചാണ് വരും. ഓൾ ദോ യെറ്റ്, അല്ലെ ദോ യെറ്റ്, ഈവൻ ദോ യെറ്റ്, അത് ഒറ്റ കോറിലേറ്റീവ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. അവയുടെ കൂടെ ഇങ്ങനെ സംഭവിച്ചാലും എന്നിരുന്നാലും അതിനുശേഷം യെറ്റ് എന്നിട്ടും എന്നുള്ള അർത്ഥം വരാം. രണ്ടും കൂടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് കറക്റ്റാണ് യൂസേജ് കേട്ടോ. The tardiness in the implementation of stringent laws against criminal activities questions the persuasion of people in legislature. Okay, thank you. All right, persuasion. No, then it's yours. It's all yours. Take credit of it. Ad thandeയാണ്. Persuasion from its boss made him to succor from his colleagues. Great. Don't show tardiness to succor the people in need. Do always ഇറ്റോ. അജന്ത നിനക്ക് എന്നാ പറ്റി? ഡു ഇറ്റ് ഓൾവേസ് വിത്ത് അസർട്ടീവ്നെസ്. അങ്ങനെയല്ലേ പറയണ്ടേ? ഡോണ്ട് ഷോ ടാർഡ്നെസ് ടു സക്കർ ദ പീപ്പിൾ ഇൻ നീഡ്. ഡു ഇറ്റ് ഓൾവേസ് വിത്ത് അസർട്ടീവ്നെസ്. ഡു ഓൾവേസ് ഇറ്റ് അല്ല, ഡു ഇറ്റ് ഓൾവേസ്. ഓക്കെ, അസർട്ടീവ്നെസ് അല്ലെങ്കിൽ ഓൾവേസ് ഡു ഇറ്റ് കൊടുക്കുക. ഓൾവേസ് ആദ്യം കൊടുത്തേ, ഓൾവേസ് ഡു ഇറ്റ്, അതാ വേണ്ടത്. യെസ്, ഓൾവേസ് ആദ്യം കൊടുത്തേ, ഓൾവേസ് ഡു ഇറ്റ്, അതാണ് കറക്റ്റ്. ഓൾവേസ് ഡു ഇറ്റ് വിത്ത് അസർട്ടീവ്നെസ്. Assertiveness in yourself gives you a persuasion in yourself. Great. Be assertive always. Avindu Pravina, be assertive always alla. Always be assertive. Don't be tardy. Okay. Always be assertive. Don't be tardy. Okay. It's high time. Usage ഒന്ന് പറയാമോ? Pravina, use it's high time. രണ്ട് രീതിയിൽ എഴുതാം. It's high time to buy a mobile phone. It's high time to learn vocab. അങ്ങനെ ഒരു യൂസേജ്. അതായത് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ്സ് ഹൈ ടൈം യു, അല്ലെങ്കിൽ ഒരു ക്ലോസ്, അടുത്തൊരു ക്ലോസ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യു ബോട്ട് എ മൊബൈൽ ഫോൺ. ഇറ്റ്സ് ഹൈ ടൈം യു ലേൺഡ് വൊക്കാബ്. മനസ്സിലായോ? ദാറ്റോ ഇല്ലാതെയോ, ദാറ്റ് ക്ലോസ്, ദാറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ദാറ്റ് ക്ലോസ് തന്നെയാണ്. അടുത്തൊരു ക്ലോസ് വരികയാണെങ്കിൽ V2 ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലോസ് വന്നില്ലെങ്കിൽ സെയിം ഇതാണ്, സെയിം സെൻറ്റൻസ് ആണ്, സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ ടു ഇൻഫിനിറ്റ് വെച്ച് ഉപയോഗിക്കാം. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. ഹിസ് അസർട്ടീവ്നെസ് ഇൻ സ്റ്റഡീസ് ലീഡ് ഹിം അല്ല, അസർട്ടീവ്നെസ് സിംഗുലർ അല്ലേ, അപ്പോൾ ലീഡ്സ് ഹിം ടു ക്രാക്ക് ദി സിവിൽ സർവീസ് എക്സാം. ജീന, ഓക്കെ. ടാർഡിനെസ് ഓഫ് ദി പ്രോജക്ട് ലെഡ് ടു ദി വിഡ്രോവൽ ഓഫ് ഫണ്ട്സ്. ഓക്കെ, യെസ് അപർണ, താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ്, കറക്റ്റാണത്. സബ്ജക്ട് പ്ലസ് V2 ആൻഡ് 2+V1. പക്ഷേ യൂസേജ് ശ്രദ്ധിക്കണം. സബ്ജക്ട് പ്ലസ് V2 വരുന്ന എപ്പോഴാണ്? ഇറ്റ്സ് ഹൈ ടൈമിന് ശേഷം നേരെ വരുന്ന സബ്ജക്റ്റ് വരുന്നു, അടുത്തൊരു ക്ലോസ് ആണ് വരുന്നെങ്കിൽ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്, ഡിസ്ബേഴ്സ്. ഡിസ്ബേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഗിവ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക, പേ ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗിവ്, സ്പെൻഡ്, പ്രൊവൈഡ്, ഡൊണേറ്റ്, ഡിസ്ട്രിബ്യൂട്ട് എന്നൊക്കെയാണ് നമ്മുടെ എന്തിൻ്റെ അർത്ഥം? ഈ ഡിസ്ബേഴ്സിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, അത് മറന്നു പോരുത് കേട്ടോ. ഡിസ്ബേഴ്സ്. ഓക്കെ, അടുത്ത ഡിവൈസ്. ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട്സ് നമ്മൾ, ഡിസ്ബേഴ്സ് നമ്മൾ ഡിവൈസ് ചെയ്യുക. ഡിവൈസ് ഓർക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്യാതെ പോവുക. ഡിവൈസ് CE വന്നാൽ അത് നൗൺ ആണ്. ഡിവൈസ്, ഇക്വിപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിവൈസ് ഇക്വിപ്മെന്റ് അല്ല, പാരറ്റസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഡിവൈസ്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു ഡിവൈസ്. അത് CE ആണെങ്കിൽ നൗണും SC ആണെങ്കിൽ വേർബും ആണ്. വ്യത്യാസം പ്രാക്ടീസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് പോലെ ഒക്കെ ആണ് നമ്മുടെ ഈ സംഭവം. അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അത് അഡ്വൈസ് പോലെ, ലൈസൻസ് പോലെ, പ്രാക്ടീസ് പോലെ, ഡിഫൻസ് പോലെ, ഒഫൻസ് പോലെ ആണ് ഡിവൈസ്. ഓക്കെ, ഡിവൈസിന് CE വന്നാൽ നൗണ്, SC വന്നാൽ വേർബ്. സോ ഡിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, ഇൻവെൻറ്റ് ചെയ്യുക, കൺസീവ് ചെയ്യുക, ഫോം ചെയ്യുക, ഫോമുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു സംഭവം വർക്കൗട്ട് ചെയ്യുക, അതാണ് ഡിവൈസ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഗ്രീവൻസ് അറിയാലോ. ഗ്രീവൻസ് നമ്മുടെ ഗ്രീവൻസ് സെൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻജസ്റ്റിസ്, അനീതി, റോങ്, ഡിസ്സർവീസ്, അൺഫെയർനെസ്, അതിനെയാണ് ഗ്രീവൻസ് എന്ന് പറയാം. നമുക്കറിയാം റിഡ്രസ്, ഗ്രീവൻസ്, റിഡ്രസ് ഒക്കെ അറിയാം. റിഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. റിഡ്രസൽ എന്ന യൂസേജ് ഇന്ത്യൻ യൂസേജ് ആണ്, റോങ് ആണ്. റിഡ്രസ് ആണ് കറക്റ്റ് യൂസേജ്, നൗണുമാണ് കേട്ടോ റിഡ്രസ്. ഇറ്റ്സ് നോട്ട് റിഡ്രസൽ, ഇറ്റ്സ് റിഡ്രസ്. ഗ്രീവൻസ്, റിഡ്രസ്. ഗ്രീവൻസ് റിഡ്രസ് പ്രോഗ്രാം. ഓക്കെ, സോ റിഡ്രസ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ, റെപ്പറേഷൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇതിന് വേർബായിട്ട് വരുമ്പോൾ റെക്ടിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. കറക്റ്റ് ഓർ റെക്ടിഫൈ. റൈറ്റ്. സോ അടുത്തത് എക്സ്ട്രാക്ട്. എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം ടേക്ക് ഔട്ട്, റിമൂവ് ചെയ്യുക അല്ലേ. എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നിന്ന് എടുക്കുക, തിരിച്ച് നമ്മൾ അതിൽ നിന്ന് ടേക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഫ്രീ ചെയ്യുക, റിലീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. റിലീസ് ചെയ്തെടുക്കുക അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ. സോ ടേക്ക് ഔട്ട്, റിമൂവ്, എക്സ്ട്രാക്ട്, വിഡ്രോ, ഫ്രീ, റിലീസ് എന്നൊക്കെയാണ് എക്സ്ട്രാക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്, ഓർത്ത് വെക്കണേ, നിർബന്ധം. ഓൾ റൈറ്റ്. ഓക്കെ, അടുത്ത് നോക്കട്ടെ. അല്ല അഗ്ന, ഇറ്റ്സ് ഹൈ ടൈം ഫോർ എന്ന് നമ്മൾ പറയില്ല. ഇറ്റ്സ് ഹൈ ടൈം ഫോർ നമ്മൾ പറയില്ല. ഇറ്റ്സ് ഹൈ ടൈം ടു.
It's high time to do this. It's high time to correct it. എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. മനസ്സിലായി? അപ്പോൾ 4 പറ്റില്ല, അതിൽ ഓർത്തോളും. അതുപോലെ തന്നെ അടുത്ത ക്ലോസ് ആണെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം വി കറക്റ്റഡ് ഇറ്റ്, ഇറ്റ്സ് ഹൈ ടൈം യു ഡു ഇറ്റ് എന്നുള്ളത് പറയില്ല ആ സംഭവം. I disburse my salary for the welfare of poor children. Okay, during Independence Day, the teachers disburse sweets to the students. Okay. Tardiness of government to provide food relief fund will make controversial. Will make controversial end. Asha, tardiness of government to provide food relief fund will make controversial. Endine controversial akum. Will make the program controversial. Will make the agendum controversial. അങ്ങനെ എന്തെങ്കിലും കേട്ടോ. കാരണം മേക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. മേക്കിന് നമുക്ക് എന്ത് മേക്ക് ചെയ്യുക എന്നുള്ളത് വരും. ഒബ്ജക്റ്റ് എപ്പോഴും വേണം. സോ റിമെമ്പർ, അതിൻ്റെ കൂടെ എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ എന്താണെന്നുള്ളത് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ മീനിങ് പോയി. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓൾ റൈറ്റ്. Extracting the capabilities of the employees is the core nature of multinational companies. Okay. Grievance redress forum is to be set up in every government departments. Yes, all right, that's great. All right, അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത. sick community disburse food to needy in Delhi. Community disburse ആണോ? Community singular ആണ്. So sick community disburses or disbursed. അതിൽ ഒന്നെങ്കിൽ ഇ ഡി ഫോർമുലേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സിംഗുലർ വേർബിന് സിംഗുലർ നൗണിന് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് റൂൾ ഓഫ് കോൺകോർഡ്. ഓർത്ത് വെക്കുക. റഷ്യ ഡിവൈസസ് ടു ഇൻവേഡ് യുക്രൈൻ. ഓക്കെ. ഗ്രാമപഞ്ചായത്ത് അതോറിറ്റി ഡിവൈസ്ഡ് ഓർ ഡിവൈസസ് അതോറിറ്റി ഒറ്റയല്ലേ കളക്ട് പ്ലാസ്റ്റിക് ബാഗ്സ്. SC showed its assertiveness to uphold the constitutional validity of reservation for OBC candidates in NEET. Yes. Extract the lady from that grievance situation and disburse redress to her. Okay, that's great. Kerala government disbursed a food kit during COVID pandemic situation. During the flood time, many celebrities disbursed their time in good way. All right. MLA has devised to disburse the fund for the reconstruction of the Panchayat road. Okay. RBI reported that all scheduled bank have deserved to redress grievances of its customers. Okay. ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ഹാവ് കഴിഞ്ഞാൽ V3 വരണം നിർബന്ധമാണ്. അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഹാവ് ഉണ്ട് എന്നുള്ള പൊസഷൻ ആണെങ്കിൽ ഇങ്ങനെ വരണം. RBI reported that all scheduled bank have the ability, authority അങ്ങനെ കൊടുക്കണം. ഓക്കെ. ടു റിഡ്രസ് ഗ്രീവൻസസ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അങ്ങനെ കൊടുക്കുക. അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഇഫ് വി ആർ ഡിവൈസിങ് ബ്രില്യൻ്റ്ലി ഫോർ ദ എക്സാം, അവർ എഫേർട്സ് വിൽ ഡിസ്ബേഴ്സ് അസ് സക്സസ്. ആ ഒരു പ്രശ്നമുണ്ടേ. വി ആർ ഡിവൈസിങ് എന്ത് ഡിവൈസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് ചെയ്യാൻ വേണം. യു നീഡ് ടു ഡിവൈസ് സംതിങ് അല്ലേ. സോ ഇഫ് യു ആർ ഡിവൈസിങ് വാട്ട്? Disbursement of checks safer than that of withdrawal of cash. Okay. Yes, fine. Wise disbursement of time is very important. Ranchu always devised plans, but each time it ended up on vain. On vain അല്ല, in vain സജ്നി. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോ സമയവും എന്നല്ലേ, ഈച്ച് ടൈം എന്ന് പറയില്ല. ഓക്കെ. അവിടെ ഈച്ച് ടൈം എന്നുള്ളത് നമ്മൾ പറയില്ല. എവറി ഇനിയിപ്പോൾ ഒറ്റ ഇതായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓരോ തവണ എന്നാണ് അല്ലേ. ആ സമയമല്ല ടൈം എന്ന് പറയുന്നത്. തവണ എന്നാണെങ്കിൽ റിപ്പറ്റേഷൻ ആ ഒരു അർത്ഥമാണെങ്കിൽ അത് കറക്റ്റാണ്. ഈച്ച് ടൈം. ഓക്കെ, യെസ്, അത് കറക്റ്റാണ്. ഓൺ വെയിൻ അല്ല, ഇൻ വെയിൻ ആണ്. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദി ഗവൺമെന്റ് ഡിവൈസ് സെവറൽ റിസ്ട്രിക്ഷൻസ് ഡ്യൂ ടു ദി ഓർത്ത് വെച്ചാൽ മറ്റ് ടൈമില്ല. നമ്മൾ സമയം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്, അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കില്ല. ബട്ട് അല്ലാതെ നിങ്ങൾ തവണ ഓരോ തവണയും എന്നാണെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ. The government devised several restrictions due to the unfurling of Omicron. Disbursement of the fund to ineligible people makes grievance in the scheme implementation. Okay, the extraction of iron from its core need a proper devising. All right, the philanthropist disbursed a major portion of his share to the other people, to the poor people. Okay, employees having tardiness in the government office will lead to a public's temper
in high and concerned authorities have redressed their laziness for better governance. Employees having tardiness in government office will lead to public's temper in high പറയില്ല, will lead to public's temper high, അതിന് high ആക്കും. And concerned authorities have redressed. ഹാവ് റിഡ്രസ്ഡ് എന്ന് പറയുമ്പോൾ ചെയ്തു എന്നാണ്, ചെയ്തു എന്നല്ലോ, വിൽ ഹാവ് ടു അല്ലെ, അവർ ചെയ്യേണ്ടി വരും എന്നല്ല പറയാം. വിൽ ഹാവ് ടു അല്ലെങ്കിൽ വിൽ ഹാവ് റിഡ്രസ്ഡ് ആയാലും കുഴപ്പമില്ല. ദർ വിൽ ഹാവ് ടു അല്ലെങ്കിൽ വിൽ ഹാവ് റിഡ്രസ് ഫോർ ബെറ്റർ ഗവർണൻസ്. അങ്ങനെ റിഡ്രസ് ഗിവൺ ബൈ ദി ഗവൺമെന്റ് ടു ദ ഫാമിലി ഹൂസ് ബ്രെഡ് വിന്നർ died due to COVID-19 is a relief to them. Okay, yes. WCC met State Women's Commission to show their grievance for attack victim. I can't download the extract from Ada 24/7 app. What do you mean by extract? അവിടുത്തെ എക്സ്ട്രാക്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതെന്താ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാക്ട്? അതെന്തേ? Although she had devised for weekend party, yet she had to disperse the entire money on household. Okay. I propose an organization which leads to noble grievance against the government. Organization which leads to noble grievance. Which leads to noble unfairness. അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഗ്രീവൻസ് റിഡ്രസ് ആണോ കോമ്പൻസേഷൻ എന്നാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ റിഡ്രസ് കൂടെ കൊടുക്കണേ. ഇറ്റ്സ് ഹൈ ടൈം ടു എക്സ്ട്രാക്ട് ദി സിൽവർ ലൈൻ പ്രോജക്ട് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, എവ്രി വൺ ഒറ്റ വാക്കാണ് അനുഷ, എവ്രി വൺ ഒറ്റ വാക്ക്. എവ്രി വൺ മസ്റ്റ് ഡിസ്പേഴ്സ് ടൈം ഫോർ പേഴ്സണൽ ഹൈജീൻ സോ ദാറ്റ് ദ ന്യൂ ഡിവൈസ് ഓഫ് ഒമിക്രോൺ വേരിയന്റ് വേരിയന്റോ ഡിവൈസിന്റെ സ്പെല്ലിംഗ് SC വന്നത് നൗൺ അല്ല. ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന അനുഷ നൗൺ ആയിട്ടാണ്, പക്ഷെ അവിടെ യൂസേജ് കറക്റ്റ് അല്ല. ന്യൂ ഡിവൈസ് ഓഫ് ഒമിക്രോണോ, ന്യൂ ഡിവൈസ് ഓഫ് ഒമിക്രോൺ നമ്മൾ പറയില്ല. അറ്റാക്കസ് ക്യാൻ ബ്ലോക്ക്, അത് യൂസേജ് കറക്റ്റ് അല്ല കേട്ടോ, അവിടെ അത് മൊത്തം യൂസേജ് തെറ്റാണ്. I had devised an automatic hand sanitizer during COVID pandemic situation. All right, that's great. Santosh George Kulangara devises the travel to routes carefully so that he doesn't have to disburse much for untoward incidents. Okay, I devised that disburse few time to watch off. This class may improve my language. I planned that. I devise plan time to watch this class and to improve my language. അങ്ങനെ കൊടുക്കാം കേട്ടോ. സെന്റൻസിൽ വ്യത്യാസമുണ്ട്, മാത്ത് മൊത്തത്തിലൊരു ഇതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. റീസ്ട്രക്ചറിങ്. I resigned from my job due to the grievance behavior of management. ഗ്രീവൻസ് ബിഹേവിയർ എന്ന് പറയില്ല, due to the injustice എന്നാണ്. ബിഹേവിയർ എന്ന് കൊടുക്കണ്ട. ഗ്രീവൻസ് എന്ന് പറയുന്നത് നൗൺ ആണ്, അതിൽ നമ്മൾ പിന്നെ വീണ്ടും ബിഹേവിയർ എന്ന് കൊടുക്കേണ്ട. അതിൽ ഓൾറെഡി ഉണ്ടല്ലോ ഇൻജസ്റ്റിസ് എന്ന് കേട്ടോ, അപ്പോൾ അത് കൊടുക്കണ്ട കേട്ടോ. The Panchayat devised to disperse its fund on the new project for the transgenders. Okay. The Disaster Management Committee inspected the grievance of mob 2 years before പറയില്ല, 2 years ago അല്ലെങ്കിൽ before 2 years എന്ന് പറയണം. before 2 month mob before 2 years. ബിഫോർ കൊടുക്കുന്ന നൗണിന് മുൻപും അതിന് ശേഷം വരുന്നത് ആണ് എഗോ. ഓക്കെ, അത് എഗോ ആകുമ്പോൾ അത് അഡ്വേർബ് ആവും. ദാറ്റ്സ് എ ഡിഫറൻസ്. ബിഫോർ ഒരിക്കലും അഡ്വേർബ് അല്ല, അതൊരു കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം, പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കാം. ബട്ട് റിഡ്രസ് ഇസ് എ മാറ്റർ ഓഫ് കൺസേൺ ഈവൻ നൗ. ഓക്കെ, സുപ്രീം കോർട്ട് ആസ്ക്ഡ് the state governments to immediately devise program to redress the civilians who lost their family members in the pandemic. Okay, yeah, grievance in none case made disturbance to normal people who are much awaited for the who waited for justice എന്ന് പറയണം. who are awaited എന്ന് പറയില്ല, who waited. അവിടെ പാസ്വേഴ്സേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, the disbursement of funds to the beneficiaries is a Herculean task. Okay, government has decided to redress to people who may lose their land or house due to Silver Line project. Government have decided to redress what? അല്ലേ, എന്ത് റിഡ്രസ് ചെയ്യാണ്? redress people അല്ല, redress people who may lose their land. അങ്ങനെ കൊടുക്കണം. You cannot extract me with your clandestine clutches. Okay, all right. The government opened grievance cells following communal riot by the so-called fanatics who blame the community for blasphemy. Okay,
the company devises to give redress to employees those injured in that accident. Okay, recently the Supreme Court has pointed out that disbursal of redress to those affected by COVID is not carried out up to the mark in Kerala. Okay, court has suggested to devise a redress grievance forum. Grievance redress forum. Suvarna, grievance redress forum where the employees can seek assistance in any case. Tardiness in judiciary is a grievance. Okay, the government disbursed COVID-19 vaccines. Okay, SC mandated the functionaries to disburse the redress to the affected person without having any tardiness. Okay. Recently, some grievance judgment come out from the High Court. Okay, if we are devising plans brilliantly for the exam and രണ്ട് പ്ലാൻ വരുമോന്നോ, ഡിവൈസിങ് പ്ലാൻസ്, ഡിവൈസ് ചെയ്യാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക, അല്ലെ ഫോമുലേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. പ്ലാൻ ചെയ്യാന്ന് തന്നെയല്ലോ. അപ്പോൾ ഡിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക അല്ല, ഫോം ചെയ്യുകയാണ്. അപ്പോൾ പ്ലാൻ രൂപപ്പെടുത്തുക, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഡിവൈസ് ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, ഇങ്ങനെ കൊടുത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ വരിക. സെൻറ്റൻസ് ഒന്ന് മാറ്റി പിടിക്കാം നമുക്ക്. ഇഫ് യു ആർ ഡിവൈസിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തോ, പ്ലാനിന് പകരം എനിത്തിങ് ദാറ്റ് യു ക്യാൻ യൂസ്, കേട്ടോ, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഐ തിങ്ക് ഡിവൈസ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവ് ആണെന്ന് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്യണേ, ഒന്ന് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യാം. ഐ സപ്പോർട്ട് ദ സേവ് സിസ്റ്റർ ഫോം വിച്ച് വിത്ത് ഹാൻഡ് റിട്ടൺ നോട്ട്സ്, വിത്ത് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അല്ല, വിത്ത് ഹാൻഡ് റിട്ടൺ നോട്ട്സ് കേട്ടോ. അതിൻ്റെ എ പ്ലൂറൽ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കില്ലല്ലോ, അതുകൊണ്ട് എ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അല്ല, എ ഹാൻഡ് റിട്ടൺ നോട്ട് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഫോർ ദി ഗ്രീവൻസ് ദേ ഫേസ് ബൈ ദി വേർഡിക്റ്റ്. He devised for the trip, but it failed due to some personal problems. Teachers must extract hidden talent from students. I can initiate the plan until my mortgage is disbursed. Okay, I'm a beginner in this field, so my colleague helped me, my colleague helped me to redress my mistake. Our redressal from insurance company is still pending. Okay, all right. Government has to take redressal measures for the third wave COVID. Okay, grievance towards the employee agitated the union leader. Government disburses emergency succor for all government hospitals during pandemic situations. Okay, many controversial scenes had been extracted from the film due to strong protest. The government said that the family who have lost their members due to COVID-19 pandemic will be redressed if they produce certificate in original. Okay, സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ എന്ന് പറയണ്ട, ഇൻ ഒറിജിനൽ എങ്ങനെ വരും? ഇന്ന് കഴിഞ്ഞിട്ട് നൗൺ അല്ല വരേണ്ടത്, നൗണോ പ്രോനൗണോ വരേണ്ടത്, ഒബ്ജക്റ്റാണ് വരേണ്ടത്. ഒറിജിനൽ ഈസ് അഡ്ജക്റ്റീവ്. അപ്പോൾ പ്രൊഡ്യൂസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്താൽ മതി. ഐ ഡിവൈസ് ടു കീപ് മൈ ടാർഡിനസ് അസൈഡ് ടു സക്കർ മൈ കിൻ. ഓക്കെ, സ്റ്റുഡൻസ് ഹാസ് ടു only do, students plural, have to set up a devised timetable for studies. Disburse time to devise your future. Okay, new education policy device to extract some of the existing educational model. Okay, the company rolled out a new device. Device spelling device SC alla CE ആണ് for redressing customers grievances. The employer redress to the family of deceased employee. If you are not entitled to devising the case other than transit time for proceeding if you are other complete title allo sharathe, if you are entitled to devising the case other than transit time for proceeding district court, വാക്കി എന്താ? ഇഫ് തുടങ്ങി ക്ലോസ് ഉള്ളു, മെയിൻ ക്ലോസ് അവിടെ ഇല്ല. I try to extract the good characters which helpful for the society, which is helpful for the society. Anjana, which is helpful. It is a responsibility of the government to redress all the grievances of stakeholders affected while implementing a project. Okay, I extracted the caged bird that was slaved by my neighbor in a cell. Okay, the PM's Swanidhi scheme is a micro credit facility to succor the street purveyors, a collateral free loan which is to be implemented without further tardiness. Yes, the government has set up a committee to redress grievances. Please extract the showpiece as it looks horrible. Okay, compensation to people എന്ന് പറയാം. redress compensation to redress അവിടെ പക്ഷേ രോഹിണി ഉപയോഗിച്ചേക്കുന്നതിൽ വേർബായിട്ടാണ് വന്നിരുന്നത്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ റിഡ്രസ് ടു പീപ്പിൾ എന്ന് പറയില്ല. കോമ്പൻസേഷൻ ടു പീപ്പിൾ, കോമ്പൻസേഷൻ നൗൺ ആയിട്ട് വരുമ്പോഴാണ്, അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാം. അതാണ് വ്യത്യാസം കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു തന്നെ. സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതണേ. ദോസ് ഹു ബ്രീച്ചസ് വരില്ല, ദോസ് എന്ന് പറയുമ്പോഴേ പ്ലൂറൽ അല്ലേ. അപ്പോൾ എന്ത് പറയാം? ദോസ് ഹു ബ്രീച്ച്, ദോസ് പ്ലൂറലാണേ.
അപ്പോൾ ദോസ് എന്ന് പറയുന്നതിൻ്റെ ദാറ്റിൻ്റെ പ്ലൂറലാണ് ദോസ്. അപ്പോൾ ദോസ് ഹു ബ്രീച്ചസ് അല്ല, ദോസ് ഹു ബ്രീച്ച് ഗൈഡ് ലൈൻസ് വിൽ ബി ഡിസ്ബേഴ്സ്ഡ്. നീതു ദോസ് ഹു ബ്രീച്ച് ഗൈഡ് ലൈൻസ് വിൽ ബി ഡിസ്ബേഴ്സ്ഡ് അല്ല, വിൽ ബി ഡിസ്ബേഴ്സ്ഡ് redress in the form of quarantine. By seeing the grievance towards poor people, we decided to go out and protest, which finally helped them to get their redress. Okay. Government gives redress to families who lost members due to COVID-19. Grievance in giving protection for the POSCO victim by police resulted in her suicide. Yeah. So device need to again, device അവിടെ ഉപയോഗിച്ചേക്കുന്നത് apparatus tool എന്നൊക്കെയാണെങ്കിൽ SC കൊടുക്കരുത്. SC noun അല്ല, verb ആണ്. അജന്ത ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് noun ആയിട്ടാണ്. വ്യത്യാസം. The POSCO's victim's death exposes the legislation system failure in the state to address the grievance of the victim effectively. Metallurgy is the science of extracting minerals from their ores. Okay. Disperse the positive thoughts and extract grievance. According to rape victim, the only way to get redress is fair judgment from the court. Okay. The company constitutes a grievance redressal മതി. ഹസീന ഞാൻ വീണ്ടും പറഞ്ഞു, redressal യൂസേജ് ഇന്ത്യൻ യൂസേജ് നമ്മൾ തെറ്റാണ്. സെൽ ഫോർ എംപ്ലോയേഴ്സ്, redressal മതി, redressal വേണ്ട. ഇറ്റ് ഈസ് ഹൈ ടൈം ടു device to kill coronavirus by one shot. നടന്നതുവാ. ഓക്കെ. I devised to use device carefully, rather it consumes much time. Okay. Please include editorial class even in Saturdays-ലൂടെ വേണോ? ആലോചിക്കാം. I'll think about it. ഞാനത് ആലോചിക്കാം. ഓക്കെ. അത് നമുക്ക് ശരിയാക്കി തരാം കേട്ടോ വിഷ്ണു. The local leaders occurred her to extract redress for the grievance she had faced at her workplace. Okay. The employees not utilizing their grievance cell as well. അവിടെ ഉണ്ടല്ലോ, employers are not utilizing. വേണം ഹസ്ലി. Okay. Government devised CPgrams so as to disburse grievance redressal അല്ല, redress for the public. കസ്റ്റമർ റിഡ്രസൽ ഫോറം, ഇസ് ഇറ്റ് കറക്റ്റ്? അതാ പറഞ്ഞേ മുസ്ലിന, ഞാനതാ പറഞ്ഞത്. റിഡ്രസൽ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ യൂസേജ് ആണ്. അത് ഓൾറെഡി റിഡ്രസ് മതി, റിഡ്രസൽ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? റിഡ്രസ് മതി എന്ന്. ഓക്കെ. യൂസേജ് തെറ്റെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അതിൻ്റെ മീനിങ് ഓൾറെഡി റിഡ്രസിൽ ഉണ്ടല്ലോ. റിഡ്രസ് ഇസ് ഓൾസോ എ നൗൺ, അപ്പോൾ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. പീപ്പിൾ ഹു ഹാവ് inoculated 2 vaccines should disburse more booster dose to be extracted by government. Okay. Purveyor extracted his old stationaries. വീണ്ടും സ്റ്റേഷനറീസ് എന്ന് പറയില്ല, സ്റ്റേഷനറി അൺകൗണ്ടബിൾ നൗൺ ആണ്. സ്റ്റേഷനറി കേട്ടോ, സ്റ്റേഷനറി അൺകൗണ്ടബിൾ നൗൺ ആണ്, അതിന് പ്ലൂറൽ ഇല്ല. ഓക്കെ. സ്റ്റേഷനറീസ് ഇല്ല. Phone project by state government aims to disburse free internet access to rural areas. Okay. The people who extract masks in public places shows grievance towards public. Yes. Moving on to next set, mandate. Mandate എന്ന് പറഞ്ഞ noun ആയിട്ടും verb ആയിട്ട് ഉപയോഗിക്കാം. Authorize, approve or instruction, approval, authorization എന്നൊക്കെ പറയും, authority എന്നൊക്കെ പറയും അല്ലേ. അതിനെയാണ് നമ്മൾ അതോറിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷൻ, അപ്രൂവൽ എന്നൊക്കെ നൗണും ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡയറക്റ്റീവ് എന്ന നൗണും ഉണ്ട്. ഓതറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥം മാൻഡേറ്റിനുണ്ട്. നമുക്കറിയാം, പഠിച്ചതാണ്. ബിഡ് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ബിഡ് നമ്മൾ വായിച്ച്? ബിഡ് പറഞ്ഞിരുന്നു. ഇന്ന് ബിഡ് ഉണ്ട്. അറ്റംപ്റ്റ് എന്ന് ബിഡിന് അർത്ഥമുണ്ട്, എഫേർട്ട് എന്ന് അർത്ഥമുണ്ട്, ഓഫർ എന്ന് അർത്ഥമുണ്ട്, ടെൻഡർ എന്നുണ്ട്, പ്രപ്പോസ് എന്നുണ്ട്. വേർബ് നൗണും ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബിഡ്. ഓക്കെ. ബിഡ്, ബിഡൻ ആൻഡ് ബിഡ്. ലേലത്തിന് ബിഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. Ascertain means ensure, make sure, ഉറപ്പുവരുത്തുക. Or ensure, make sure, or confirm ചെയ്യുക, ഉറപ്പുവരുത്തുക. Find out, discover, establish. അതാണ് ascertain എന്ന വാക്കിനർത്ഥം. Ensure, make sure, confirm, find out, discover, establish എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അടുത്ത വാക്ക് staggering. ഡിസ്കസ് ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. ഷോക്കിംഗ്, അസ്റ്റോണിഷിംഗ്, അസ്റ്റൗണ്ടിങ് എന്നൊക്കെയാണ് ഈ പറയുന്ന സ്റ്റാഗറിംഗ് എന്ന അഡ്ജക്റ്റീവിന്റെ മീനിങ്. ആൻഡ് പ്രോക്സി, ഒബ്വിയസ്ലി നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു മാസമായി കാണുമായിരിക്കും. പ്രോക്സി മീൻസ് ഡെപ്യൂട്ടി, റെപ്രസെൻറ്റേറ്റീവ്, ഡെലിഗേറ്റ് ഓർ അംബാസഡർ. അതാണ് പ്രോക്സി എന്ന് പറയാം. നമ്മുടെ യമനിലെ കേസിനെ പറ്റി പറയാണ് പ്രോക്സീസ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലൂറിലും ഉണ്ടേ, അതോട് ഓർത്ത് വെച്ചോളാം. ഓക്കെ. ലെറ്റ് മീ റീഡ്. കൺസ്യൂമർ റിഡ്രസൽ ഫോറം അത് പറഞ്ഞില്ല, അത് പറഞ്ഞു. എവിടെയായിരുന്നു ഞാൻ എത്തിയത്? ഇപ്പം എവിടം വരെയോ എത്തിയായിരുന്നല്ലോ.
It's high time we disburse the remaining food to the needy people. Yeah. Mr. Sonu Sood, an actor and philanthropist who helped many migrant laborers during lockdown by disbursing funds for food and shelter devised a transportation for them to reach home safely. Great. Day before yesterday. അത് തന്നെ ബിഡ്. യെസ്, അതാണ്. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചാൽ മാൻഡേറ്റും ബിഡും അസേർട്ടനും സ്റ്റാഗറിങ്ങും പ്രോക്സിയൊക്കെ ഓർത്ത്. മാൻഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ബിഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, സ്റ്റാഗറിങ്ങും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അസേർട്ടൻ എന്നുള്ള വാക്ക് ഓർത്തോളൂ. സേർട്ടൻ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്, പക്ഷെ അസേർട്ടൻ എന്ന് പറയുമ്പോൾ വേർബായി. കേട്ടോ, സേർട്ടൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, സേർട്ടൻ ചില എന്നാണ് അർത്ഥം. അപ്പോൾ എന്നാൽ അസേർട്ടൻ എന്ന് പറഞ്ഞത് വേർബായി. അതാണ് വ്യത്യാസം, ഓർത്ത് വെച്ചോണേ. ഗവൺമെന്റ് ഡിസ്പേഴ്സ്ഡ് റിഡ്രസ് ഫോർ ദോസ് ഹു ലോസ്റ്റ് ദെയർ ഹൗസ് ഡ്യൂറിങ് ഫ്ലഡ്. ഓക്കെ, യാ, ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്തലോട്ട് പോയാലോ, സമയം കളയണ്ട. ഇറ്റ്സ് ഓൾറെഡി 10:01. നമുക്ക് നേരെ അടുത്തലോട്ട് പോകാം. ഡിസ്ലോജ്. ഡിസ്ലോജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോഡ്ജ് എന്ന് പറഞ്ഞാൽ താമസിക്കുക, അല്ലെ? ഒരിടത്ത് താമസിക്കുന്നതാണ് ലോഡ്ജ് എന്ന് പറയും. അപ്പൊ ഡിസ്ലോജ് എന്ന് പറഞ്ഞാലോ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? നമുക്ക് എപ്പോഴും ഞാൻ പറയാനുണ്ട്, പ്രിഫിക്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ മീനിങ്. ഡിസ്പോസ് എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിസ്മിസ് എന്നൊക്കെ പറയില്ലേ. സോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. സോ ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. ഡിസ്ലോജ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക, നോക്ക് ഔട്ട്, പുറത്താക്കുക, ഫോഴ്സ് ഔട്ട്, നോക്ക് ഔട്ട്, എക്സ്പെൽ, ഔസ്റ്റ്. പഠിച്ചല്ലേ? അപ്പോൾ ഡിസ്ലോജ് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്പെൽ ചെയ്യുക, ഔസ്റ്റ് ചെയ്യുക, നോക്ക് ഔട്ട് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ലോഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നൊക്കെ അല്ലേ? അപ്പോൾ അതിനർത്ഥം ഡിസ്ലോജ് ചെയ്യുക, ഇറക്കി വിടുക. ദാറ്റ്സ് ഇറ്റ്. എസ്കലേറ്റ്. എസ്കലേറ്റ് എന്ന് പറഞ്ഞാൽ എസ്കലേറ്റർ ഒക്കെ അറിയില്ലേ? എസ്കലേറ്ററും എസ്കലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻക്രീസ്. സോർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി, നല്ല റാപ്പിഡ് ഇൻക്രീസിനെയാണ് സോർ എന്ന് പറയാം. ഷൂട്ട് അപ്പ് അറിയാം. മൗണ്ട്, ഗ്രോ എന്നൊക്കെയാണ് എസ്കലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് റിറ്റാലിയേഷൻ. നൗൺ ആണ്. റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ റിവെഞ്ച്, വെഞ്ചൻസ്, റിപ്രൈസൽ. ഓക്കെ, വൈരാഗ്യം എന്നൊക്കെ പറയില്ല, അതാണ് റിറ്റാലിയേഷൻ എന്ന നൗണിന്റെ അർത്ഥം. പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുക. റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യുക, പുട്ട് ബാക്ക് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. ഓർ റീപ്ലേസ് ഓർ റീ എസ്റ്റാബ്ലിഷ്, അതിനെയാണ് റീസ്റ്റോർ ചെയ്യുക, പുട്ട് ബാക്ക് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതൊക്കെയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ള വേർബിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ? ഓൾ റൈറ്റ്. Nowadays, censor board extracts political and sarcastic contents in movies which disburses grievance to the movie lovers. അവിടെ ലവേഴ്സ് എന്നുള്ള അപ്പസ്ട്രോഫി വേണ്ട ഹരി. ലവേഴ്സിൻ്റെ എന്നായിരുന്നെങ്കിൽ അപ്പസ്ട്രോഫി വേണം. അല്ലാത്തെങ്കിൽ പ്ലൂറൽ എഴുതുമ്പോൾ അപ്പസ്ട്രോഫിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് അപ്പസ്ട്രോഫി ഉപയോഗിക്കൽ ഇച്ചിരി ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വിരാട് കോഹ്ലീസ് റെസിഗ്നേഷൻ. നോക്കി, ഇവിടെ രോഹിണി കൊടുത്തേക്കുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ റെസിഗ്നേഷൻ. വിരാട് കോഹ്ലീസ് റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കോഹ്ലിയുടെ റെസിഗ്നേഷൻ ഫ്രം ടെസ്റ്റ് ക്യാപ്റ്റൻസി വാസ് സ്റ്റാഗറിംഗ്. യാ, ദ മാൻഡേറ്റ് ഓഫ് ബെയിൽ ടു ആക്ട് ദ ലീവ് വാസ് അഡ്ജേൺ ടു ഫ്രൈഡേ. ഓക്കെ. My friend always calls proxy whenever I am absent in the class. Okay. All right. Before you speak out to somebody, ascertain not to harm them by words. Great. Hard work ascertained his success. All right. Ascertain the safety by escalating hygiene during the pandemic. Great. Yes, good. അപ്പം സെന്റൻസുകളൊക്കെ മനസ്സിലായി, സെറ്റ് ആണെങ്കിൽ നമുക്ക് നേരെ പോകാം. ടൈപ്പ് ആയിരുന്നോ എന്നാ? ഓക്കെ ഹരി, ദാറ്റ്സ് ഓക്കെ. ഡോക്ടർ അംബേദ്കർ was dislodged several times ആണ് ഉദ്ദേശിച്ചത്, several ins because of untouchability. Okay, so moving on to article. ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. കോർട്ട് ആൻഡ് കോമ്പൻസേഷൻ. കോർട്ടും കോമ്പൻസേഷനും, അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകുമ്പോഴേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ. കോർട്ട് ആൻഡ് കോമ്പൻസേഷൻ. കോടതിയും കോമ്പൻസേഷനും അല്ലേ? ഓക്കെ, ഓട്ടോ കറക്റ്റ് ആയതാണല്ലേ? ഓക്കെ. പ്രാക്ടീസ് can escalate your score. Okay, his assertiveness went down when he ascertained that he was COVID positive. Australian government decided to dislodge Novak Djokovic from the tournament. Yeah, it is necessary to ascertain the facts before questioning someone. Retaining the tension may escalate the dislodge of the enemy. I am reinstating my enthusiasm to studies. Ashwati, studies. Okay, so let's start. Thank you people. Let's start. അപ്പോൾ നമുക്ക് 80+ സ്റ്റുഡൻസ് ഉണ്ട്, ബട്ട് 40 ലൈക്സേ ഉള്ളൂ. ആരാ ലൈക്ക് ചെയ്യാത്തേ? സോ ഗിവ് us some support and love. Okay, let's start. അപ്പോൾ നമ്മുടെ ദ കോർട്ട് ആൻഡ് കോമ്പൻസേഷനിലെ നോക്കാം എന്താണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ഇറ്റ്സ് ഓൾ അബൌട്ട് കോവിഡിൽ നമ്മുടെ പേഷ്യൻസിന് കോവിഡ് ആയിട്ട് മരിച്ച ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫാമിലിക്ക്
കോമ്പൻസേഷൻ കൊടുക്കുക, എക്സ്ഗ്രാഷ്യ amount കൊടുക്കുക. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഓൾ അബൌട്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വളരെ സിമ്പിളായ ഒരു ആർട്ടിക്കിളാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് അവിടുത്തെ വൊക്കാബൊക്കെ നമുക്ക് നോക്കിപ്പോൾ. ദ സുപ്രീം കോർട്ട് ഹാസ് ഡൺ മച്ച് ടു ഗ്രാൻഡ് സം സക്കർ ടു ദ കിൻ ഓഫ് COVID-19 വിക്ടിംസ്. സുപ്രീം കോർട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെസ്റ്റോ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് പ്രൊവൈഡ് ചെയ്യുക? സക്കർ, ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ആർക്ക്? ടു കിൻ, ഫാമിലി ഓഫ് COVID-19 വിക്ടിംസ്. COVID-19 വിക്ടിംസിന്റെ ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടുക്ക് മച്ച് പെർസുവേഷൻ ബൈ ദ സുപ്രീം കോർട്ട് ആൻഡ് ഓൾ ഇറ്റ്സ് അസർട്ടനസ് to get the union government to agree last year to pay a token compensation of 50,000 rupees to the families of each of those who were claimed by COVID-19. The time has now come for the court to ascertain its authority once again to ensure that neither tardiness on the part of the states nor incorrect rejection of claims deprives genuine victims of their right to their ex gratia amount. In the latest hearing, the court പറഞ്ഞിത്രയുള്ളൂ, ഒരുപാട് പെർസുവേഷൻ, ഒരുപാട് ഫോഴ്സ്, ഒരുപാട് പുഷ് ചെയ്യേണ്ട വന്നു. സുപ്രീം കോർട്ടിനെ പുഷ് ചെയ്യേണ്ട വന്നു. എന്നിട്ടാണ് അതിൻ്റെ അത്ര കോൺഫിഡൻസോടെയാണ് യൂണിയൻ ഗവൺമെന്റിനെ കൊണ്ട് എഗ്രി ചെയ്യിപ്പിച്ചത് കഴിഞ്ഞ വർഷം. വിത്ത് കോൺഫിഡൻസ് അല്ലേ, കോൺഫിഡൻസോടെയാണ് എഗ്രി ചെയ്യിപ്പിച്ചത്, സുപ്രീം കോർട്ട് ചെയ്യിപ്പിച്ചത്. നമ്മുടെ യൂണിയൻ ഗവൺമെന്റിനെ കൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കണം നമ്മുടെ COVID-19 വിക്ടിംസിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. എത്രയാണ് കൊടുക്കേണ്ടത്? 50,000 rupees കൊടുക്കുക ഫാമിലീസിന് എന്ന് പറയുന്നു. അത് ക്ലെയിം COVID-19 വെച്ച് കാരണം മരിച്ചവരാണെന്ന് ക്ലെയിം ചെയ്യുന്നവർക്ക് കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തി. ഇപ്പോൾ ടൈം വന്നിട്ടുണ്ട്, ഹാസ് നൗ കം, ഇപ്പം സമയം എത്തിയിട്ടുണ്ട്. കോർട്ട് ടു അസേർട്ട് ഇറ്റ്സ് അതോറിറ്റി, ഒന്ന് അസേർട്ട് ചെയ്യണം, ഒന്ന് ക്ലെയിം ചെയ്യണം ഇതിൻ്റെ അതോറിറ്റി വൺസ് അഗൈൻ, ഒന്നും കൂടി. എന്തുകൊണ്ടാണ്? ടു എൻഷുർ ചെയ്യണം, മേക്ക് ഷുവർ, കൺഫേം ചെയ്യണം ദാറ്റ് നൈദർ ടാർഡിനസ്, ഡിലേ ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്സ് നോർ ഇൻകറക്റ്റ്. അതായത് ഒരു രീതിയിലുമുള്ള ഡിലേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു രീതിയിലും ഇൻകറക്റ്റ് റിജക്ഷൻ വരാൻ പാടില്ല ഓഫ് ക്ലെയിംസ് ഡിപ്രൈവ്സ് ജെന്യുവൻ വിക്ടിംസ് ഓഫ് ദെയർ റൈറ്റ്. അപ്പോൾ ഡിപ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴിവാക്കുക അല്ലെ, ഒഴിവാക്കുക. ഡിപ്രൈവ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നല്ല അർത്ഥം. സോ ഒരിക്കലും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്ലെയിം ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് റിജക്ഷൻ വരാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ലേറ്റ് ആയിട്ട് വരാനും പാടില്ല, താമസിക്കാനും പാടില്ല. ഒന്ന്, ടാർഡിനസ് വരാൻ പാടില്ല, ഇതേ വരാൻ പാടില്ല ഇതിൽ. രണ്ടാമത്തെ, ഇൻകറക്റ്റ് റിജക്ഷൻ വരാൻ പാടില്ല വിക്ടിംസിന്, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ റൈറ്റിൽ നിന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാനും പാടില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും സുപ്രീം കോർട്ട് ഇതിൽ ഇടപെടേണ്ട വന്നത്. രണ്ടാമതേ സുപ്രീം കോർട്ട് ഇടപെട്ടത് ഇതുകൊണ്ടാണ്. ഒന്ന്, ലേറ്റ് ആയിട്ട് അവർക്ക് 50,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ താമസിച്ചാൽ എല്ലാം കഴിഞ്ഞ് ഫാമിലിക്ക് വേണ്ട സമയത്ത് വെൻ ദേ ആർ ഇൻ നീഡ് യു ഹാവ് ടു പ്രൊവൈഡ് ദം വിത്ത് ദ എക്സ്ട്രാ എമൗണ്ട്. അതാണ് പ്രശ്നം. അതുപോലെ രണ്ടാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങൾ വെച്ച് വെറുതെ ക്ലെയിം വഴി റിജക്റ്റഡ് ആകാൻ പാടില്ല. അതുമാണ് സുപ്രീം കോർട്ടിൽ ഇടപെടാനുള്ള കാര്യം. കോർട്ടിന്റെ ഇടപെടൽ, ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. അഗൈൻ ഇൻ ദ ലേറ്റസ്റ്റ് ഹിയറിംഗ് ദ കോർട്ട് ഹാഡ് ടു പുൾ അപ്പ് a couple of states for not disbursing. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഹിയറിംഗിൽ എന്ത് പറ്റി? കഴിഞ്ഞ ഹിയറിംഗിൽ, ഏറ്റവും പുതിയ ഹിയറിംഗിൽ കോർട്ട് ഹാഡ് ടു പുൾ അപ്പ് ചെയ്യേണ്ടി വന്നു couple of the states for not disbursing the amount fast enough and express concern about the high number of rejected claims. In the backdrop of reports that has been significant underreporting deaths due to the novel coronavirus pandemic, the bench has passed orders some months ago to the effect that no person's family shall be denied the benefit on the ground that the death certificate did not specify the cause of death as due to COVID-19. Early experience since the outbreak showed that many deaths were attributed to comorbidities rather than to. അപ്പോൾ എന്താണ് കോർട്ട് ഇതിൽ ഇടപെട്ടതെന്ന് വെച്ചാൽ, പലപ്പോഴും പറയാറില്ലേ, ഇത് കോവിഡ് വന്ന് നമ്മുടെ അടുത്തൊരു ഡേറ്റ ട്രാൻസ്പെറൻസി ഇല്ല എന്ന് നമ്മൾ പറയും. കോവിഡ് എത്ര പേര് വന്ന് മരിച്ചു, എത്ര പേർക്ക് ഉണ്ട് എന്നുള്ള ഡേറ്റ ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? അപ്പോൾ അതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വന്നതുകൊണ്ട് കോർട്ട് ഇടപെട്ടതാണ്. ഇങ്ങനെ ഡേറ്റ് എത്ര പേര് മരിച്ചു എന്നുള്ളത് അറിയത്തില്ല. ചിലർ പറയാറുണ്ട് ഇത് കോവിഡ് വന്ന് മരിച്ചതല്ല, അവർക്ക് വേറെ അസുഖം വന്ന് മരിച്ചാൽ. കോവിഡ് അഫക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേറെ കോമോർബിഡിറ്റീസ് ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഡെത്ത് വരെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. സോ അതും നമ്മൾ വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇസ് ഓൾസോ ഇൻ ടു അക്കൗണ്ട് എന്നാണ് നമ്മുടെ കോർട്ട് പറയുന്നത്. അതാ പറയുന്നത്. അപ്പോൾ ചില സ്റ്റേറ്റ്സ് കുറച്ച് സ്റ്റേറ്റ്സ് ഈ അടുത്തിടയിൽ ഡിസ്ബേഴ്സ് ചെയ്തില്ല, പ്രൊവൈഡ് ചെയ്തില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല ഈ എമൗണ്ട് ഫാസ്റ്റ് ഇനഫ്, പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. അത് ചെയ്യില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? വിഡ്രോ ചെയ്യേണ്ട വന്നു. ഇതിനെ ഒന്ന്
വിഡ്രോ ചെയ്തെടുക്കേണ്ട വന്നു നമ്മുടെ കോർട്ടിന് ഒന്ന്. ആൻഡ് അതുപോലെ തന്നെ കോർട്ട് കൺസേൺ എക്സ്പ്രസ് ചെയ്തു, ഇത്രയും ഒരുപാട് നമ്പർ ഓഫ് റിജക്റ്റഡ് കേസുകൾ ഉണ്ട്, അതുകൊണ്ടാണ് കോർട്ട് ഇത്ര ഇടപെടാൻ കാരണം. ഒരുപാട് നമ്പർ ഓഫ് റിജക്റ്റഡ് ക്ലെയിംസ് വരുന്നു, അതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുമാണ് കോർട്ടിന് രണ്ടാമത് ഇത് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, റീഇൻസ്റ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട്സ് വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് റിയലി സിഗ്നിഫിക്കൻറ്റ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇങ്ങനത്തെ ഡെത്ത്, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഡെത്ത്സ്. അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കോവിഡ് പാൻഡമിക് കാരണം മരിച്ചതെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് കോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബെഞ്ച് ഇത് പാസ് ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ലൈക്ക് 7 months 6 months കൂടുതലായി കാണും എന്തായാലും. ഏറെക്കുറെ കഴിഞ്ഞ വർഷം 2020 ഇത് ചെയ്തത്, നമുക്ക് ഓർമ്മയുണ്ടത്. അപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തോടെ ഇത് കണ്ടതുമാണ്, നമ്മളത് വായിച്ചതുമാണ് അല്ലേ. ഓൾറൈറ്റ്, അപ്പോൾ ഒരു 7 പറയാൻ പറ്റില്ല അല്ലേ, ഇറ്റ്സ് ലൈക്ക് 5 months എന്ന് പറയാം. ഓക്കെ, മന്ത്സ് ആയി. എഫക്ട് ദാറ്റ് നോ പേഴ്സൺസ് ഫാമിലി ഷാൽ ബി ഡിനൈഡ്. കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ഫാമിലിയിലെയും ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ഡിനൈ ചെയ്യാൻ പാടില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന്, അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന പേരിൽ, ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കോവിഡ് കാരണമല്ല മരിച്ചത്, മറിച്ച് വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ്, അതായത് മറ്റ് അനുബന്ധമായ രോഗാവസ്ഥയിലാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നതെന്ന് വിചാരിച്ച് അതുള്ളത് കൊണ്ട് അവർക്ക് ഈ ബെനിഫിറ്റ് ഡിനൈ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് കോർട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. സോ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തില്ല കോസ് ഓഫ് ഡെത്ത് എന്ന് വിചാരിച്ച് അവിടെ അവർക്ക് ഇത് ക്ലെയിം നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏർലി എക്സ്പീരിയൻസ് പറയുന്ന വെച്ചാൽ ഔട്ട്ബ്രേക്കിന് മുമ്പ് അല്ലേ, അത് മുതൽ കോവിഡ് പാൻഡമിക് മുതൽ ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കോമോർബിഡിറ്റീസ് കാരണം ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് അനുബന്ധമായ അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് കോവിഡ് ഇൻഫെക്റ്റ് ചെയ്തപ്പോൾ മൊത്തത്തിൽ പണിപാളി മരിച്ചവർ ഒരുപാട് പേരുണ്ട്. റാദർ ദാൻ ടു ഇൻഫെക്ഷൻ ഇറ്റ്സെൽഫ്. ഇൻഫെക്ഷൻ മാത്രമായിട്ട് മരിച്ചവർ വളരെ കുറവാണ്. കോമോർബിഡിറ്റീസ് ഉള്ളവരാണ് കൂടുതലും മരിച്ചേക്കുന്നതെന്ന് റിപ്പോർട്ട് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരെ കൺസിഡർ ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓൾസോ മെനി ഡൈഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ് നെഗറ്റീവ് ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ ഓർ ആഫ്റ്റർ ദർ ഡിസ്ചാർജ്. പ്രശ്നം കണ്ടോ? To address this situation, court directed that any death occurring within 30 days of a person testing positive or being clinically determined to suffer from the infection will be eligible for the ex gratia payment. In addition, the court devised an appeal mechanism in the form of grievance redressal committees at the district level. Very good അല്ലേ? കോർട്ട് ചെയ്തൊരു പരിപാടി നന്ന ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താ വെച്ചാൽ നോക്കുക, ഒരുപാട് പേര് മരിച്ചു, നെഗറ്റീവ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെട്ടവർ പോലും ഹോസ്പിറ്റലൈസേഷൻ്റെ അല്ലേ, ഹോസ്പിറ്റലൈസ്ഡ് ആണ് അവർ. പക്ഷേ ചിലവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ചിലവർ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ടെസ്റ്റ് നെഗറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ മരിച്ചു. അപ്പം നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാം. നമ്മുടെ ടെസ്റ്റിലെ പ്രശ്നമാണോ, നമ്മുടെ ലാബിൻ്റെ പ്രശ്നമാണോ, അതോ ഇനി കോവിഡിൻ കൊണ്ട് അവർ മരിച്ചപ്പോൾ കോവിഡ് വന്നിരുന്നോ, നമ്മുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വി ഡോണ്ട് നോ. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോവിഡ് അപ്പോൾ അതുകൊണ്ട് കോർട്ട് ചെയ്തൊരു പരിപാടി ഇതാണ്, 30 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് നമ്മൾ പോസിറ്റീവായ 30 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കാം എങ്കിൽ അവിടെ, അല്ലെങ്കിൽ ക്ലിനിക്കലി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു ഇൻഫെക്ഷൻ വന്നിട്ട് ആണ് മരിച്ചതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവർക്കും ഈ എക്സ് ഗ്രാഷ്യ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. 30 ദിവസത്തിനുള്ളിൽ, മനസ്സിലായോ? മരണം 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് ആ ഫാമിലി ഉള്ളവർക്ക് 50,000 rupees കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. അത് വൃത്തിയായിട്ട് കോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇൻ അഡിഷൻ, കൂടാതെ കോഴ്സ് ഡിവൈസ് ഉപയോഗിച്ചേക്കുന്നത് കണ്ടോ, അത് മാത്രമല്ല ഇൻ അഡിഷൻ നോക്കുക. ഇൻ അഡിഷൻ എന്താണുള്ളത് കോർട്ട് ചെയ്തത്? കോർട്ട് ഡിവൈസ് ചെയ്തു, പ്ലാൻ ചെയ്തു, ഫോർമുലേറ്റ് ചെയ്തു, പ്ലാൻ ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്തു? ഒരു അപ്പീൽ മെക്കാനിസം. അപ്പീലിന് പോകാം നിങ്ങൾക്ക്. വൺസ് നിങ്ങൾ ക്ലെയിം ചെയ്തു, 50,000 rupees ക്ലെയിം ചെയ്തു, അത് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്കത് റിജക്റ്റഡ് ആയെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അപ്പീൽ. നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് അപ്പീലിന് പോയില്ലേ, ഫസ്റ്റ് പോയി, സെക്കൻഡ് പോയി, തേർഡ് പോയി, ഞങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു, വി നീഡ് ആൻ അപ്പീൽ, വി ഗോ ഫോർ അപ്പീൽ. ആ അപ്പീൽ സിസ്റ്റം ഇവിടെയും അവൈലബിൾ ആണ്, മെക്കാനിസം ഇവിടെ അവൈലബിൾ ആണ്, ഇൻ ദ ഫോം ഓഫ് ഗ്രീവൻസ് റിഡ്രസ് കമ്മിറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. എല്ലായിടത്തും സെൻട്രലിൻ്റെ പുറകിലൊന്നും പോകേണ്ട, നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിൽ നിങ്ങൾക്ക് ഗ്രീവൻസ് റിഡ്രസ് കമ്മിറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ, എന്നാണ് ഇവിടെ സുപ്രീം കോർട്ട് പറയുന്നത്. സോ കോമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ മരണകാരണമായ മറ്റു രോഗാവസ്ഥകൾക്കാണ് കോമോർബിഡിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. In the latest order, bench comprising Justice M.R. Shah and Justice Sanjeev Khanna has directed that if a claim has, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഓർഡറിൽ അവരുടെ ഇതിൽ നിയമ നടപടിയിൽ പറയുന്നത് ഇതാണ്, ബെഞ്ച് പറയുന്നത് ഇതാണ്. അപ്പോൾ ബെഞ്ചിൻ്റെ കംപ്രൈസ് ചെയ്ത ജസ്റ്റിസ് ആരൊക്കെയാണ്? M.R. ഷായും
ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ഇവർ രണ്ടുപേരുമാണ് ഇതിലെ നമ്മുടെ മുഖ്യ എന്താണ് സൂത്രധാരന്മാർ കേട്ടോ. ജസ്റ്റിസ് MR ഷായും സഞ്ജീവ് ഖന്ന ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം that if a claim has been rejected due to defects in application, the family must be given an opportunity to rectify the shortcoming and then be paid the compensation. Noting that in some cases the number of claims is lower than the number of registered deaths, the court has directed that officials reach out to the families on their own. It has extracted assurances from some states that claims that had been cleared but yet to be disbursed would be cleared as early as possible. Significantly, it has also mandated the disclosure of the reasons for the rejection to the application so that they could either rectify. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്. അപ്പോൾ ഈ ബെഞ്ച് പറയുന്ന കാര്യം ഇതാണ്, ഒരുപാട് പേർക്ക് റിജക്റ്റഡ് ആയി കാണും അപ്ലിക്കേഷൻസ്, എന്തെങ്കിലും ഡിഫക്ട്സ്, അവരുടെ എന്തെങ്കിലും എറേഴ്സ് അവരുടെ അപ്ലിക്കേഷനിൽ വന്നിട്ട് ആ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുക്കണം. ദേ മസ്റ്റ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ദ ഷോർട്ട് കമ്മിങ്. എന്താണോ അവിടെ അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക്, അവിടുത്തെ ഷോർട്ട് കമ്മിങ് എന്താണോ അത് റെക്ടിഫൈ ചെയ്യാൻ ഒരു അവസരം കൂടെ കൊടുക്കും. എന്നിട്ട് അവർക്ക് പേയ്മെന്റ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കും എന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. ചില കേസുകളിൽ പറയുന്നുണ്ട്, വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ സുപ്രീം കോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ക്ലെയിം ചെയ്യുന്നതും ഡെത്തിന്റെ നമ്പറും കൂടി നോക്കുമ്പോൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടാലി ആവുന്നില്ല, ഈക്വൽ ആവുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് മരണം കൂടുതൽ സംഭവിച്ചു, മരണം ഇസ് മോർ, ഡെത്ത് നമ്പറും കൂടുതലാണ്, എന്നാൽ ക്ലെയിം കുറവാണ്. അതെന്തുകൊണ്ടാണ്? ക്ലെയിം പലർക്കും എത്തിയിട്ടില്ല, പലരോട്ടും ആ അറിവ് എത്തിയിട്ടില്ല. 50,000 രൂപ എത്തുന്നു, നമ്മൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും. ബാക്കി ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്, പാവപ്പെട്ട ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് ഡോണ്ട് നോ വോട്ട് ടു ഡു, എന്ത് ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോർട്ട് ഹാസ് ഡയറക്റ്റഡ് ദ ഒഫീഷ്യൽസ് ടു റീച്ച് ഔട്ട് ടു ദി ഫാമിലീസ് ഓൺ ദെയർ ഓൺ. അപ്പോൾ ഈ അതോറിറ്റീസ്, ഈ ഒഫീഷ്യൽസ് വെറുതെ ഇനി മുതൽ ഓഫീസിൽ ഇരിക്കാതെ ഇങ്ങനെയുള്ള ഫാമിലീസിലോട്ട് നേരെ ചെന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓഫർ ദം ഹെൽപ്പ്, അങ്ങോട്ട് ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് കോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് മുന്നേറ്റം അല്ലേ? അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. ഇല്ലെങ്കിൽ പിന്നെ അവരിലോട്ട് എത്തില്ല, അതാണ് പ്രശ്നം. സഹായം എത്തില്ല, അപ്പോൾ പൈസ അവിടെ കിടക്കും, ഫണ്ട് അവിടെ ഇങ്ങനെ കിടക്കും, അതൊരു പ്രോബ്ലമാണ്. അത് മറ്റുള്ളവർ പയ്യെ എടുത്ത് തീർക്കും, അതാണ്. അതുപോലെ അഷുറൻസസ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ട വിഡ്രോ ചെയ്യപ്പെട്ട അഷുറൻസുകൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ക്ലെയിംസ് എന്ത് ചെയ്യണം, ക്ലിയർ ഔട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആസ് ഏർലി ആസ് പോസിബിൾ. വേഗം, അസാപ്പ് അല്ലേ, വി നീഡ് ടു ഡു ഇറ്റ് അസാപ്പ്, വേഗം ചെയ്യണം എന്നാണ് പറയുന്നത്. ഷോർട്ട് ഫോമാണ് ഹെസാപ്പ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. സിഗ്നിഫിക്കൻ്റ്ലി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഓതറൈസ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്ലോഷർ ഓഫ് ദ റീസൺസ് ഫോർ റിജക്ഷൻ, എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നും പറയണം. ഇനി നിങ്ങൾ അപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തു, ഓക്കെ ആയിക്കോട്ടെ, എന്തിനാ റിജക്റ്റ് ചെയ്തേ, യു ഹാവ് ടു ഡിസ്ക്ലോസ്, പറയുക, വൈ ഡിഡ് യു ഡു ദാറ്റ്, എന്തുകൊണ്ട് നീ അത് റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അപ്ലിക്കൻസിന് അറിയിച്ച് കൊടുക്കണം. സോ ദാറ്റ് ദേ കുഡ് ഐദർ റെക്ടിഫൈ, അപ്പോൾ അവർക്കൊരു അവസരം കൂടെ കിട്ടുവാണ്, അവർക്കൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ഒരു അവസരം കിട്ടുവാണ്, കറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നു. ആൻഡ് ഗോ ഓൺ അപ്പീൽ ടു ദ കമ്മിറ്റി ടു റിഡ്രസ് സച്ച് ഗ്രീവൻസസ്. എന്നിട്ട് ഒന്നെങ്കിൽ അവർക്ക് അപ്പീലിന് പോകാൻ പറ്റും അല്ലെ, അത് റെക്ടിഫൈ ചെയ്യാം, എന്നിട്ട് അവർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും കമ്മിറ്റിക്ക്, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഗ്രീവൻസ് ഒന്ന് റിഡ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് കോർട്ട് ഇസ് പ്ലാനിങ്. അപ്പോൾ എന്ത് അവസ്ഥയിൽ എങ്ങനെ പോയാലും ഇവരിലോട്ട് സഹായം എത്തണം, അതാണ് കോർട്ടിന്റെ, അവർ തുനിഞ്ഞിറങ്ങിയേക്കുക തന്നെയാണ്. യെറ്റ് അനദർ ബിഡ് to offer another bid to offer that eligible families are not denied the benefit. The court has dropped in the Legal Services Authority in each state and district to ascertain what compensation has been paid to the kin of whether compensation has been paid to the kin of everyone recorded as dead due to the pandemic in official records and facilitate the payment if it is yet to be made. The Supreme Court has done much to grant some succor, low through the quantum, maybe in the light of staggering impact the pandemic has had on lives and livelihoods to millions of people. നല്ല രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായ ഒരു കാര്യം, വളരെ സന്തോഷത്തോടെയാണ് ഓരോ ഇത് വെച്ചേക്കുന്നത്. ഇൻ ഹിസ് വേർഡ്സ് യു കെൻ സീ ദാറ്റ്. നോക്കുക, ഇൻ അനദർ ബിഡ് എന്ന് പറയുന്നത് ഓഫർ അല്ല, അറ്റംപ്റ്റ്, എഫേർട്ട്. നമ്മൾ ബിഡിന് വേറൊരു അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞേ, അറ്റംപ്റ്റ് അല്ലെങ്കിൽ എഫേർട്ട്. അടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ
എൻഷുർ ചെയ്യണം എലിജിബിൾ ഫാമിലീസിൽ എത്തണം, കൺഫേം ചെയ്യുക, അവർക്ക് എത്തുക, ആൻഡ് ദേ ആർ നോട്ട് ഡിനൈഡ്, അതാണ് ഉറപ്പുവരുത്തുന്നത്. അവർക്ക് ഒരിക്കലും ബെനിഫിറ്റ് ഡിനൈ ചെയ്യരുത്, അത് ഉറപ്പുവരുത്തുക, ചെയ്യരുത് അത് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് കോർട്ട് പറയുന്നത്. അതിനുവേണ്ടി കോർട്ട് തുനിഞ്ഞിറങ്ങിയേക്കുവാണ്. ലീഗൽ അതോറിറ്റിയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിലും അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലും അതോറിറ്റീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട് ടു കൺഫേം ചെയ്യുക, ഉറപ്പുവരുത്തുക, കോമ്പൻസേഷൻ കൃത്യമായിട്ട് അവരിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡെത്ത് റെക്കോർഡാക്കി, പാൻഡമിക് കാരണം എന്ന് ഒഫീഷ്യൽ റെക്കോർഡാക്കിയിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. ആൻഡ് പേയ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ പേയ്മെന്റ് ഇനി അത് എത്തിയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. അത് ഫെസിലിറ്റേറ്റ് ചെയ്തു, അവരിലോട്ട് പേയ്മെന്റ് യെറ്റ് ടു ബി മെയ്ഡ്, അതോ ഇനി മേക്ക് ചെയ്യാനേ ഉള്ളൂ, എത്ര പേർ. അപ്പോൾ എന്താ അറിയേണ്ടത്? ഒന്ന്, എത്ര പേർക്ക് എത്തി, കറക്റ്റായിട്ട് അവർക്ക് എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. എത്തിയില്ലെങ്കിൽ ഇനി മേക്ക് ചെയ്യാനുള്ളതാണോ, അവർക്ക് എത്താനുള്ളതാണോ, എത്താനുണ്ടോ, ഓൺ പ്രോസസ് ആണോ എന്നുകൂടെ ഉറപ്പ് വരുത്തുക. അതാണ് ഇവിടെ കോർട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ഷോക്കിംഗ് ഇമ്പാക്റ്റോടെ പാൻഡമിക് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് പേരുടെ ലൈഫിൽ, ഒരുപാട് പേരുടെ ജീവിത രീതികളിൽ ഈ പറഞ്ഞ ഷോക്കിംഗ് ഇമ്പാക്റ്റ് ഉള്ളപ്പോൾ കോർട്ട് ഒരുപാട് ഹെൽപ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഒരു അനലിറ്റിക്കൽ പീസാണ്. അതുപോലെ തന്നെ യു ക്യാൻ സി ഇത് എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്റ്റീവ് പീസ് കൂടിയാണ്. അനലിറ്റിക്കലാണ്, വളരെ പോസിറ്റീവ് സെൻസിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആർട്ടിക്കിളാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്, അല്ലേ? ആൻഡ് ഓഫ് കോഴ്സ് ഡിസ്ക്രിപ്റ്റീവ് പീസ് ആണ്. ആൻഡ് സജഷൻ ഓഫ് കോഴ്സ്, അല്ലേ? സജഷനും ഉണ്ട് ഇതിൽ, സജസ്റ്റീവ് ആണ്. ഇത് സജസ്റ്റൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സജഷനാണ്, കോർട്ടിന്റെ സജഷനാണ്. സോ അത് കൃത്യമായിട്ട് ഓഫീസേഴ്സ് വരുത്തണം എന്ന രീതിയിൽ അത് കൊടുത്തിട്ടുമുണ്ട് ഓർഡർ ആൻഡ് എൻസിനെ പോസിറ്റീവ് നോട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. വളരെ സിമ്പിളായ ആർട്ടിക്കിൾ, ഇന്ന് വളരെ സന്തോഷം. ഐ തിങ്ക് ദിസ് ആർട്ടിക്കിൾ മെയ്ഡ് മൈ ഡേ. ഇന്നത്തെ ഈ ആർട്ടിക്കിൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലെറ്റ്സ് മൂവ് ടു അത് തന്നെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സന്തോഷമായി തോന്നുന്നു. ഇന്നത്തെ ആർട്ടിക്കിൾ ഒരു വളരെ പോസിറ്റീവ് വൈബോടെ നമ്മൾ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പോട്ട് ദയറ ക്വസ്റ്റനിലോട്ട് പോകാം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ വൊക്കാബ്സും അതുപോലെ എല്ലാം ഇതിൽ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഒരു തംസപ്പ് ഇട്ടേ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് സ്പോട്ട്. ഇന്നലത്തെ, നോട്ട് ടുഡേയ്സ്, യെസ്റ്റർഡേയ്സ് സ്പോട്ട് ദയറ. Goa politics was in a churn during the last 5 years. Okay. Goa politics was in a churn during the last 5 years. പറയൂ, ആൻസർ പറയൂ. പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഇവിടുത്തെ ആൻസർ എന്താ? ഇവിടെ എന്താണ് പ്രോബ്ലം? ഇവിടെ ഒരു ചെറിയ സെൻറ്റൻസ് ആണ്, വളരെ സിമ്പിൾ സെൻറ്റൻസ്. ആൻഡ് വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? സൗമ്യ, പൊളിറ്റിക്സിൻ്റെ കൂടെ വേറെ കൊടുക്കുമോ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതാണ്. പൊളിറ്റിക്സ് രാഷ്ട്രീയങ്ങളായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഗോവ പൊളിറ്റിക്സ്, ഗോവയുടെ രാഷ്ട്രീയം എന്നാണ്. അവിടെ പൊളിറ്റിക്സ് വേറെ വരില്ല. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ടൈം എക്സ്പ്രഷൻ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ 5 വർഷം എന്ന, കഴിഞ്ഞ 5 വർഷമായി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ഇതുവരെ തൊട്ട് മുമ്പ് വരെ എഫക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം എന്താ അർത്ഥം വരേണ്ടത്? ഇവിടെ വാസ് ഇൻ എ ചേൺ അല്ല, ഹാസ് ബീൻ പാസിവൈസേഷൻ ആണ്. പക്ഷെ ഹാസ് ബീൻ ഇൻ എ ചേൺ ഇപ്പോഴും ആണ്. അതായത് ജസ്റ്റ് ഇപ്പോൾ തന്നെ അതിന് പറയണേ ഹാസ് ബീൻ. അതിന്റെ ടൈം എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. ഈസ് ഇൻ എ ചേൺ വരില്ല. ലാസ്റ്റ് 5 years അല്ലേ ശ്രുതി, അപ്പോൾ അത് വരത്തില്ല കേട്ടോ, ശ്രദ്ധിച്ചോ. ഗോവ പൊളിറ്റിക്സ് ഹാസ് ബീൻ ഇൻ എ ചേൺ ഡ്യൂറിങ് ദി വാസ് ടേണിങ് വരില്ല. അതെങ്ങനെ? ചേൺ ഇവിടെ നൗണാ. ഇൻ എ എന്നുള്ള അഡ്ജക്റ്റീവ് കൊടുത്തേക്കുന്നുണ്ടോ? അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുള്ളപ്പോൾ അതിനെ നൗണാന്ന് മനസ്സിലാക്കുക. സോറി, ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ കൊടുക്കണമെങ്കിൽ ഇത് നൗൺ ആയിരിക്കണമല്ലോ. എന്താ ചേൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചേൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് നമ്മൾ തൈരൊക്കെ കടയുന്ന ഇതില്ലേ, അങ്ങോട്ട് മൊത്തത്തിൽ ഒരു കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അതിനെയാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, ഹാസ് ബീൻ ആണ്. ലെറ്റ്സ് സീ ടുഡേയ്സ് ക്വസ്റ്റൻ ഇതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ പാർട്ടീസ് ഇൻ ദ കോൺഫ്ലിക്ട് ആൻഡ് ദെയർ റീജിയണൽ ബാക്കേഴ്സ് ആർ കീൻ ഓൺ എസ്കലേറ്റിംഗ് ദ കോൺഫ്ലിക്ട് ഫർദർ rather than find a solution. നോക്കുക, but unfortunately, പക്ഷേ നിർഭാഗ്യവശാൽ, the parties in the conflict and their regional backers, supporters, are keen on escalating the conflict. കൂട്ടുക, the conflict further rather than find a solution. ഇതാണ് ഇന്നത്തെ സ്പോട്ട് എറർ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, take a screenshot and give me your answers in the comment section. Okay?
സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഒഫീഷ്യൽ ചാനലാണ്. നിങ്ങൾക്ക് ഡെയിലി ഇത് ഈ നമ്മുടെ PDF ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ തരുന്നതായിരിക്കും. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. സോ താങ്ക് യു അഗൈൻ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം, ഞാൻ പറഞ്ഞുതരാം. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ബിക്കോസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. പോയിന്റ്സ് ഗ്രാബ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ്സ് റിഡീം ചെയ്തെടുത്ത് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. നിങ്ങൾക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF അവിടെ കിട്ടും. ഏതെങ്കിലും ഒരു വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അവിടെ നിന്ന് കാണാം. ഈ യൂട്യൂബിലുള്ള വീഡിയോസ് കാണാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്കുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടും. എന്തെങ്കിലും ന്യൂസ് റിഗാർഡിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടും. നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുകൊണ്ട് നിങ്ങളത് ആപ്പ് യൂസ് ചെയ്യാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. Take care. Have a wonderful day. പക്ഷെ അതേസമയം make sure you stay safe. Okay, stay safe. Okay, thank you. Bye-bye.